السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. വേദിയിലുള്ള ബഹുമാന്യരെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ ശബ്ദത്തിൻ്റെ അടുത്തും അകലെയുമായി ഈ പ്രഭാഷണം ശ്രദ്ധയോടുകൂടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരെ, ഓൺലൈനിലൂടെ ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സഹൃദയരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഇൽമിൻ്റെ മജ്ലിസിൽ ഒരുമിച്ച് ചേരാനുള്ള ഒരു തൗഫീക്ക് നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ ഇവിടെ നിർവഹിക്കപ്പെടുകയുണ്ടായി. ഒന്ന്, ഏപ്രിൽ 27 പാലക്കാട് നടക്കാനിരിക്കുന്ന ഫാമിലി മീറ്റിൻ്റെ പ്രഖ്യാപനമാണ്. ആ ഫാമിലി മീറ്റ്, അതിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം ഹ്രസ്വമായി ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ടായി. എല്ലാവരും ആ പ്രോഗ്രാം മനസ്സിൽ നോട്ട് ചെയ്യുകയും അതിന് പേര് നൽകിയതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിലെ മുഴുവൻ ആളുകളും ആ പരിപാടിയിൽ എത്തുന്ന വിധം അതിൻ്റെ രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾ, സ്ക്വാഡ് വർക്കുകൾ എല്ലാം ക്രമീകരിക്കണമെന്ന് ആമുഖമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തേത്, നമ്മുടെ സർഗവസന്തത്തിൽ വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ കീഴിൽ സംസ്ഥാന തലത്തിൽ മുക്കം ഗ്രീൻ വാലി ക്യാമ്പസിൽ വെച്ച് നടന്ന ആ മത്സരത്തിൽ, സംസ്ഥാനതല മത്സരത്തിൽ അറബി ഗാനത്തിൽ 1ാം സ്ഥാനം നേടിയ വിദ്യാർത്ഥിനിക്കുള്ള ഒരു ഉപഹാരമാണ് സമർപ്പിച്ചത്. ആ കുട്ടിയെ പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. കൂടുതൽ വൈജ്ഞാനികമായി ഉയരങ്ങളിലേക്ക് എത്താനുള്ള തൗഫീക്ക് ആ കുട്ടിക്കും, ആ കുട്ടിയെ സ്വാലിഹായി അങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ അവരുടെ കുടുംബങ്ങൾക്കും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാലക്കാട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഈ മുജാഹിദ് ആദർശ സമ്മേളനം എന്തുകൊണ്ടും നല്ല ഒരു പ്രദേശം തിരഞ്ഞെടുത്ത്, ഈ പാലക്കാട് പട്ടണത്തിൻ്റെ യാതൊരു അലോസരവുമില്ലാതെ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം തിരഞ്ഞെടുത്ത് ഇവിടെ ഇങ്ങനെ ഇത്രയും വൃത്തിയായി ഈ പരിപാടി സജ്ജീകരിച്ച ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ പ്രവർത്തനങ്ങളെല്ലാം ഒരു സ്വാലിഹായ അമലായി അള്ളാഹു നമ്മളിൽ നിന്നെല്ലാം സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നതിന് മുന്നോടിയായി
ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലും അടുത്തുള്ള വീടുകളിലുമൊക്കെ ഇതിൻ്റെ പ്രവർത്തകന്മാർ കയറി ചെല്ലുകയും വളരെ സ്നേഹപൂർവ്വം ലഘുലേഖകൾ നൽകി അവരെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു വർക്ക് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സംസാരിക്കുന്നതിൻ്റെ സന്ദേശം ഈ പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് വീടകങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്നത് വലിയ സന്തോഷത്തിന് വക നൽകുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ച എല്ലാവർക്കും അള്ളാഹു അതൊരു സ്വാലിഹായ അമലായി അവരിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് എല്ലാവരും വലിയ തിരക്കിലാണ്. ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ സാധ്യമാകാത്ത വിധം എല്ലാവരും തിരക്കിലാണ്. ഞങ്ങളിങ്ങോട്ട് വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് ഏകദേശം കോങ്ങാടെത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു മനുഷ്യൻ റോട്ടിൽ കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നുള്ള ബ്ലഡ് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ വണ്ടിയുടെ ലൈറ്റ് കണ്ടപ്പോൾ കുറച്ച് ആളുകൾ റോഡ് സൈഡിൽ നിന്ന് വന്ന് അദ്ദേഹത്തെ താങ്ങിയെടുത്ത് റോട്ടിൽ നിന്ന് മാറ്റി. അപ്പോൾ ഞങ്ങളവിടെ വണ്ടി നിർത്തി. അപ്പോൾ ഇദ്ദേഹത്തെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചു ഞങ്ങളോട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ബ്ലഡിൽ കിടക്കുന്ന ഒരാളെ കൊണ്ടുപോകണമല്ലോ, അദ്ദേഹത്തെ ഉടനെ കയറ്റാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാനതിൻ്റെ കൂടെ പറഞ്ഞു, ഇവിടുന്ന് ഈ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാളും കൂടി കയറണം. കാരണം ഞങ്ങൾ ഈ നാട്ടുകാരല്ല, ഞങ്ങൾ വഴിയാത്രക്കാരാണ്. അപ്പോൾ ആരാണ് ഇത്, എന്താണ് ഇവിടെ സംഭവിച്ചത്, എന്താണ് ഇയാൾക്ക് പറ്റിയത്, ഇതൊന്നും ഞങ്ങൾക്കറിയില്ല. ഇവിടെ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ എത്തിക്കാം, പക്ഷേ ഇവരുടെ കൂടെ എന്ത് ചെയ്യണം, ഈ നാട്ടിൽ നിന്ന് ഒരാൾ കയറണം എന്ന് പറഞ്ഞു. ഒരു 19 ആളുകൾ അവിടെ ഉണ്ടാവും. പക്ഷേ രോഗിനെ ഉള്ളിലേക്ക് കയറ്റിയെങ്കിലും നാട്ടുകാരും കയറണില്ല. അതെത്ര പറഞ്ഞിട്ടും കയറണില്ല. ഓരോരുത്തരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കർശനമായി ഞാൻ പറഞ്ഞു, ഒരാൾ കയറാതെ കൊണ്ടുപോകൽ പ്രശ്നമാണ്. അപ്പോൾ ആരോ ഒരാൾ വേറൊരാളെ പിടിച്ച് നിർബന്ധിച്ച് ഉള്ളിലേക്ക് കണ്ട് കയറ്റിയിട്ട് പറഞ്ഞു, ഞാൻ പൊയ്ക്കോറണം. അങ്ങനെ വാതിൽ അടച്ചു. അങ്ങനെ പിന്നെ അവരെയും കൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, പോകുന്ന ലേശം സമയം വൈകി കണ്ടായ ഒരു കാരണം കൂടി അതാണ്. അപ്പം അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തി. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാനാ നാട്ടുകാരനാണ്. ഇതാരാന്ന് എനിക്കും അറിയില്ലായിരുന്നു. ഈ കിടക്കുന്ന ആളാരാന്ന് അവർക്കും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫേസ് ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങളെ ഈ നാട്ടിലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അതിലെങ്കിലും ഇട്ടിട്ട് ഇതാരാണെന്നൊന്ന് അന്വേഷിക്കും. ഇതൊരു മനുഷ്യനല്ലേ. അപ്പോൾ അദ്ദേഹം ഫോട്ടോ ഒക്കെ എടുത്ത് എന്ത് ചെയ്തു, ഒരു വോയിസൊക്കെ ഇട്ട് അയച്ചു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കി. ഇനി എന്തായി എന്നറിയില്ല, നമ്പർ വാങ്ങി പോന്നിട്ടുണ്ട്. ആ വണ്ടി ഓടിച്ച ഒരാളുണ്ട്, വേറൊരാൾ, അയാൾക്കും നല്ല പരിക്കുണ്ട്. ഞാനവിടെ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആർക്കും വേറൊരു കാര്യത്തിലും ഇടപെടാൻ നേരമില്ല എന്നുള്ളതാണ്. അതായത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ പോലും അതിൽ ഇടപെടാനോ വേറൊരു കാര്യം ശ്രദ്ധിക്കുവാനോ കഴിയാത്ത വിധം ഇന്ന് നമ്മളുടെ സമൂഹം ഒറ്റപ്പെട്ട തുരുത്തുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന ദയനീയമായൊരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തിക്താനുഭവങ്ങളാണ് ഇന്ന് കേരളത്തിൽ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകളിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാവിലെയും ഉച്ചക്കും വൈകുന്നേരമെല്ലാം കൊടും ക്രൂരതയുടെ, കൂട്ടബലാത്സംഗങ്ങളുടെ, ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത വാർത്തകളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളമാണോ, ഇത് സാക്ഷരതയുള്ള നാടാണോ എന്ന് സംശയിച്ചു പോകുന്ന ചിത്രങ്ങളാണ് കാണുന്നത്. ഒരു കുട്ടി എത്രയോ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടി മരണപ്പെട്ടിരിക്കുന്നു, ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അതിൻ്റെ കാരണം ഇപ്പോൾ മീഡിയകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കൂളും ആ കുടുംബവും തമ്മിൽ വലിയ വാഗ്വാദം നടക്കുകയാണ്. കുടുംബം പറയുന്നത്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ ഈ കുട്ടിയെ മുതിർന്ന ക്ലാസ്സിലുള്ള കുട്ടികൾ റാഗ് ചെയ്തിട്ടുണ്ട് എന്നാണ്. റാഗ് ചെയ്ത രൂപമാണ് വളരെ ദയനീയം. ഈ കുട്ടിയുടെ മുഖം ക്ലോസറ്റിലേക്ക് അമർത്തി പിടിച്ച് ക്ലോസറ്റ് ഫ്ലഷ് ചെയ്തു എന്നുള്ളതാണ്. ആ കുട്ടിയെ അതിൽ നക്കിച്ചു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് ഏതെങ്കിലും നാട്ടിലല്ല നടക്കുന്നത്, നമ്മുടെ നാട്ടിൽ നടന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ സ്കൂളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഇന്ന് ഒരു ലക്കും ലഗാനുമില്ല. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന് അത്ഭുതപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ. ഇവിടെ പാലക്കാട് നിന്നുകൊണ്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്.
ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നെന്മാറ എന്ന് പറയുന്ന ആ പ്രദേശവും അതിൻ്റെ ഉൾക്കാടുകളുമാണ് കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരുന്നത്. ആ സംഭവം എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ല. ഒരു വീട്ടിലെ 3 ജീവൻ എടുത്തിരിക്കുന്നു ഒരു മനുഷ്യൻ. എന്നിട്ട് അദ്ദേഹം സ്വയം ഞാനൊരു കടുവയാണ് എന്ന് പറയുന്ന രീതിയിൽ ആ ചെയ്ത വൃത്തിയിൽ ഒരു കുറ്റബോധവുമില്ലാതെ ഇപ്പോഴും അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ അല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇങ്ങനെ മനുഷ്യൻ അവനവൻ്റെ കാര്യത്തിലേക്ക് മാത്രം ചുരുങ്ങി പോകുന്നു. അങ്ങനെയുള്ളൊരു ദയനീയ അവസ്ഥയുണ്ട്. ഞാൻ പറയുന്നത്, അവനവൻ്റെ കാര്യത്തെപ്പറ്റിയും ആളുകൾ ആത്മാർത്ഥമായി ആലോചിക്കുന്നില്ല എന്നതാണ് വസ്തുത. മറ്റൊരാളുടെ വിഷയം ആലോചിക്കുന്നില്ലെന്ന് മാത്രമല്ല, സ്വന്തം കാര്യത്തെപ്പറ്റി ഞാൻ ആരാണ്, ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ, സാമാന്യ ധാരണ പോലും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ഇല്ല എന്നതാണ് നമ്മെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. അതായത്, കൂട്ടത്തിലായാൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയം സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കാൻ പലപ്പോഴും ആളുകൾക്ക് സാധ്യമാകാറില്ല. എന്നാൽ കൂട്ടത്തിലാകുന്ന സമയത്താണെങ്കിലോ ആ സമയത്തും തന്നെ മറ്റുള്ളവരെ കുറിച്ചാണ് പലപ്പോഴും ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരാൾ ഒറ്റക്കായാലോ, അപ്പോൾ പോക്കറ്റിലുള്ള മൊബൈൽ എടുത്തിട്ട് എന്ത് ചെയ്യും? ആ മൊബൈലിൽ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കും. എന്തിനധികം സ്വന്തം വീട്ടിൽ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അവിടെ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, സഹോദരങ്ങളുണ്ട്. അവരോടെന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ പോലും പലർക്കും കഴിയുന്നില്ല. എല്ലാവരും അവനവൻ്റെ മൊബൈൽ എടുത്തു വെച്ച് ആ മൊബൈലിലേക്ക് നോക്കി അതിലുള്ള ദൃശ്യങ്ങൾ കണ്ട് അതിലുള്ള ആളുകളുമായി ചാറ്റ് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു സ്വഭാവമാണ്. പണ്ട് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞല്ലോ, നിനക്കുണ്ടൊരു ലോകം, എനിക്കുണ്ടൊരു ലോകം, എന്നാൽ നമുക്കില്ല ഒരു ലോകമെന്ന് പറഞ്ഞല്ലോ. ഓരോരുത്തരും ഓരോ ലോകത്താണ്. പക്ഷേ അവനവനെ സ്വന്തത്തെക്കുറിച്ച് പോലും ചിന്തിക്കാൻ പലർക്കും കഴിയുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ വന്നിരിക്കുന്ന ഈ ആദർശ സമ്മേളനത്തിൽ വന്നവരും ഈ കസേരയിൽ ഇരുന്നും പുറത്ത് നിന്നും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന, വീടുകളിൽ ഇരുന്നും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒഴിഞ്ഞിരുന്ന് നമ്മളെക്കുറിച്ചൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തവനാണ് മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും. നമ്മളുണ്ടാക്കുന്ന ഏതൊരു സാധനത്തിനും ഗ്യാരണ്ടി കടലാസ് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വന്നേക്കാം. നമ്മളിപ്പോൾ ഒരു ഫ്രിഡ്ജ് പോയി വാങ്ങി എന്ന് വിചാരിക്കുക. ആ ഫ്രിഡ്ജ് 1 വർഷം അല്ലെങ്കിൽ 2 വർഷം അതിന് വാറൻറ്റി ഉണ്ട്, അതിൻ്റെ കടലാസ് ഇതാ, അത് കേട് വന്നാൽ നിങ്ങൾ കൊണ്ടുവന്നോളൂ എന്ന് അവർക്ക് പറയാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും. എന്നാൽ നമ്മൾ അവരോട് കടക്കാരോട് നമ്മൾ തിരിച്ചു ചോദിക്കുകയാണെന്ത്, ഇതൊരു വർഷമായിട്ട് എന്തെങ്കിലും കേട് വന്നാൽ ഇത് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങളിവിടെ ഉണ്ടാവുമെന്ന് ചോദിച്ചാലോ, മുതലാളി ഇവിടെ ഉണ്ടാവുമെന്ന് ചോദിച്ചാലോ, അയാൾ പറയാതെ എനിക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. അത്രേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനത്തിന് ഗ്യാരണ്ടി പറയാം, പക്ഷെ നമുക്ക് ഗ്യാരണ്ടി പറയാൻ എപ്പോഴും എന്തിയില്ല, നമുക്ക് സാധ്യമല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇന്നലെ രാത്രിയോടുകൂടിയാണ് നമ്മുടെ ബഹുമാന്യനായ മുഹമ്മദ് മദനി നമ്മളോട് വിട പറഞ്ഞത്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നേതാക്കളിൽ ഏറ്റവും മുതിർന്ന നേതാവും പ്രഭാഷകനും പണ്ഡിതനുമാണ് അദ്ദേഹം. ഇന്നലെ രാത്രിയോടുകൂടി മരണപ്പെട്ടു. ഇന്ന് 4:30 അദ്ദേഹത്തിൻ്റെ ജനാസ എടുത്തത്. അവിടെ പോയി തിരിച്ചു വന്നതുകൊണ്ടാണ് അല്പം കൂടി വൈകിയത്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് സമയത്ത് എപ്പോഴാണ് അള്ളാഹു നമ്മളെ തിരിച്ചു വിളിച്ച് കൊണ്ടുപോവുക എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത് കേട്ട് പൂർത്തീകരിക്കാൻ നമ്മളിൽ എത്ര പേരുണ്ടാവും? നാളത്തെ സൂര്യോദയം കാണാൻ നമ്മളിൽ എത്ര പേര് ബാക്കിയുണ്ടാവും? ആർക്കും പറയാൻ കഴിയില്ല. അതിന് സമയവും നേരവും ആയുസ്സും ഒന്നും പ്രധാനമല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഏ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ അറിയണം. വത്തഖുല്ലാഹ്, അല്ലാഹനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും അള്ളാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്നാണ്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഇപ്പം ഈ നിമിഷം മുതൽ നമ്മൾ വേറെ ഒരാളെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. എന്താണ് എൻ്റെ അവസ്ഥ? ഇപ്പം ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനൊരു ആക്സിഡൻറ്റിൽ പെട്ടാൽ, അല്ലെങ്കിൽ എനിക്കൊരു അറ്റാക്ക് ഉണ്ടായാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ?
എന്നുള്ളത് നമ്മളെക്കുറിച്ച് ഒരാലോചന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് നടത്തിയിട്ടില്ല എങ്കിൽ, അള്ളാഹുവിനെ മറന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു നമ്മെക്കുറിച്ച് നമുക്ക് തന്നെ ഓർമ്മയില്ലാതാക്കും. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ പടച്ച തമ്പുരാനെ കുറിച്ച് ഓർക്കാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മെക്കുറിച്ചുള്ള ഓർമ്മ അള്ളാഹു നമ്മളിൽ നിന്നില്ലാതെയാക്കും. വലാ തകൂനു കല്ലദീന നസുല്ലാഹ്, നിങ്ങൾ ഒരിക്കലും വലാ തകൂനു, നിങ്ങൾ ആവരുത്, കല്ലദീന, ഒരു കൂട്ടരെ പോലെ, നസുല്ലാഹ്, അള്ളാഹുവിനെ മറന്നവരെ പോലെ, ഫഅൻസാഹും അൻഫുസഹും, അങ്ങനെ മറന്നാൽ ആ സ്വന്തത്തെക്കുറിച്ച് അവൻ നിങ്ങളെയും മറപ്പിക്കും. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ തന്നെയാണ് ഫാസിഖീങ്ങളായ ആളുകൾ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ലോകത്ത് വെച്ച് നമുക്ക് നമ്മെ ഓഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പരലോകത്ത് വിചാരണ വളരെ കഠിനമായിരിക്കും എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ ദിവസവും സ്വയം വിചാരണ നടത്തിയാൽ പരലോകത്തെ വിചാരണ വളരെ എളുപ്പമായിരിക്കും. നമുക്കറിയാം, നമ്മളിപ്പോൾ കച്ചവടക്കാരാണ് എങ്കിൽ ഓരോ ദിവസവുമുള്ള വിറ്റും വരവും കാര്യങ്ങളുമൊക്കെ അതാത് ദിവസം കൃത്യമായി രേഖപ്പെടുത്തി അതിൻ്റെ കണക്ക് പുസ്തകങ്ങളിൽ ചേർത്ത് പോകുന്ന ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ ലാഭവും നഷ്ടമൊക്കെ ക്രമീകരിക്കാൻ പറ്റും. പക്ഷെ ഒരു ലക്ഷ്യം രോഗി ഒന്നുമില്ലാതെ പോകുന്ന ഒരാളാണെങ്കിലോ, ഇപ്പം എൻ്റെ കച്ചവടം ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്താണ് അവസ്ഥ, ഒന്നും അയാൾക്ക് ഒരു പിടുത്തം ഉണ്ടാവില്ല. ഇതേപോലെ നമ്മൾ ഓരോ ദിവസവും നമ്മളെ ഓഡിറ്റ് ചെയ്യണം. ഉറങ്ങണീൻ്റെ മുമ്പ് നമ്മളെ ഓഡിറ്റ് ചെയ്യണം. എന്നിട്ട് ഞാനിപ്പോൾ എവിടെ നിൽക്കണത്, എൻ്റെ നിസ്കാരത്തിൻ്റെ അവസ്ഥ എന്താ, ഇന്ന് എത്ര ജമാഅത്ത് നിസ്കാരം എനിക്ക് കിട്ടി, ഇന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് എത്ര എനിക്ക് പാരായണം ചെയ്യാൻ പറ്റി, ഇന്ന് എന്തെങ്കിലും ഒരു ഹറാം എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ട് എങ്കിൽ അപ്പം തന്നെ അള്ളാഹുവിനോട് തൗബ ചെയ്ത് അതിന് കൂടുതൽ ഇസ്തിഗ്ഫാർ നടത്തി കൂടുതൽ സുന്നത്ത് കാര്യങ്ങൾക്ക് ചെയ്ത് അങ്ങനെ ആ ഒരു തെറ്റിനെ മായ്ച്ചു കളഞ്ഞ് അങ്ങനെ എന്നും ഫ്രഷായി നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കുന്നതെങ്കിൽ അൽഹംദുലില്ലാ വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് പോകാൻ പറ്റും. ഉമർ റളിയല്ലാഹു പറഞ്ഞല്ലോ, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, നിങ്ങൾക്ക് ശരിയായ വിചാരണ വരുന്നതിന് മുമ്പ് സ്വന്തം കാര്യങ്ങൾ നിങ്ങൾ വിചാരണ ചെയ്യണമെന്നാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ പ്രസംഗത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് 2-3-4 കാര്യങ്ങൾ നമ്മളെ ഒന്ന് വെച്ചുകൊണ്ട് വിലയിരുത്താൻ ഉദ്ദേശിക്കുന്നു എന്നതാണ്. നിങ്ങൾ എൻ്റെ കൂടെ വരണം. അധികം ദീർഘിക്കാതെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മളെ വിചാരണയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, പരലോകത്ത് നമ്മളെ വിചാരണക്കെടുക്കുന്ന വിഷയങ്ങൾ, ആ വിഷയം ഇവിടുന്ന് തന്നെ നമ്മെ ഒന്ന് ഓഡിറ്റ് ചെയ്യുക. അതിലൊന്നാമത് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം എന്താ അറിയോ, വഖീല ലഹും ഐന മാ കുൻതും തഅബുദൂൻ, പരലോകത്ത് ചോദിക്കപ്പെടും, വഖീല ലഹും ഐന മാ കുൻതും തഅബുദൂൻ, നിങ്ങൾ ആരാധിച്ചിരുന്നവർ ഇപ്പോൾ എവിടെ പോയി എന്ന് പരലോകത്ത് ചോദിക്കും. മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ. ഹൽ യൻസുറൂനകും ഔ യൻതസിറൂൻ, അവർ നിങ്ങളെ സഹായിക്കുകയോ സ്വയം സഹായം നേടുകയോ ചെയ്യുന്നുണ്ടോ എന്ന് നാളെ പരലോകത്ത് ചോദിക്കുമെന്നാണ്. അഥവാ അള്ളാഹുവിനെ അല്ലാതെ നമ്മൾ ആരെയെങ്കിലും ആരാധിച്ചിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നേർച്ച വഴിപാടുകൾ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെക്കുറിച്ച് അള്ളാഹു ചോദിക്കും, അവരെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്, അവരെവിടെ പോയി എന്ന് ചോദിക്കും എന്നാണ്. അപ്പം അങ്ങനെ ഒരു ചോദ്യത്തിന് മുന്നിൽ നമ്മൾ നിന്ന് കൊടുക്കേണ്ടി വരും. ആരാധനയുടെ കാര്യത്തിൽ തികഞ്ഞ അശ്രദ്ധയിലാണ് ഇന്ന് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. നമുക്കറിയാം, ഇപ്പം മുശ്രിക്കുകൾ കുടുങ്ങിയാൽ അള്ളാഹുവിനെ വിളിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അവർ കപ്പലിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് കാറ്റും കോളിലും പെട്ട് തിരമാലയിൽ പെട്ടുകൊണ്ട് ആ കപ്പൽ ഇങ്ങനെ മുങ്ങുന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ അവർ നേരിട്ട് അള്ളാഹിനെ വിളിക്കും. അള്ളാഹിനെ വിളിക്കും അവർ. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അല്ലേ. സമുദായത്തിൻ്റെ അവസ്ഥ എന്താണെന്ന്, ചെറിയ കാര്യം അതായത് അന്നത്തെ മുശ്രിക്കുകളുടെ അവസ്ഥ ഗുരുതരമായ അവസ്ഥയിൽ അവരെത്തിപ്പെട്ട് കഴിഞ്ഞാൽ പടച്ചോനെ മാത്രം വിളിക്കുന്ന ഒരു സാഹചര്യമാണ് അന്നുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ സമുദായത്തിൻ്റെ അവസ്ഥ എന്താണ്? ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല, നിങ്ങൾ ഓരോരുത്തരും ഒന്ന് സ്വന്തം ആലോചിക്കാൻ വേണ്ടി പറയാണ്. ചെറിയ കാര്യങ്ങൾക്കൊക്കെ അള്ളാനെ വിളിക്കും, ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, അള്ളാനെ വിളിക്കും. എന്നാൽ നമ്മളെ കൊണ്ട് കഴിയാത്തൊരു വിഷയം വന്നു കഴിഞ്ഞാൽ അപ്പം അള്ളാനെ അല്ല പലപ്പോഴും വിളിക്കുന്നത്. ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കരുത്. നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് ആലോചിക്കുക. നമ്മൾ ഈ ഗണത്തിൽ വരുന്നുണ്ടോ?
ഉണ്ടെങ്കിൽ വളരെ ഗുരുതരമാണ് വിഷയം. ഇപ്പോൾ ഒരു പഴത്തൊലി റോട്ടിൽ കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ ആ പഴത്തൊലിയിൽ അറിയാതെ ചവിട്ടി വഴുകിപ്പോയി. അപ്പോൾ പെട്ടെന്ന് നമ്മൾ പറയും അള്ളാഹ് കാക്കണേ എന്ന് പറയും, പടച്ചോനെ എന്ന് പറയും. അങ്ങനെ ചെറിയ ചെറിയ ഒരു കാര്യം വരികയാണെങ്കിൽ അള്ളാഹ് പടച്ചോനെ എന്നൊക്കെ എന്ത് ചെയ്യും, നമ്മൾ പലപ്പോഴും വിളിച്ചു പറയാറുണ്ട്. എന്നാൽ നമ്മളൊരു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്തു, ആ വണ്ടിയുടെ മുമ്പിലേക്ക് ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ജീവിയോ ഒന്നിന് വന്ന് വീണു. ആ സമയത്ത് ചില ആളുകളുടെ പിന്നെ കൊല്ലിയിൽ നിന്ന് വരാവുന്ന സൗണ്ട് എന്താന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറയും മുഹ്യിദ്ദീൻ ശൈഖിയെ കാക്കണേ എന്ന്, ബദരീങ്ങളെ കാക്കണേ. എന്ത് പറ്റി നമുക്ക്? ഇത് ഞാനൊരു ഭാവന പറയല്ല. ഒരു വളരെ ഔദ്യോഗികമായ ഒരു ആവശ്യത്തിന് വേണ്ടി കുറച്ച് മുമ്പ് നമ്മൾ വീടുകളിൽ ഇങ്ങനെ സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വീട്ടിൽ സർവേക്ക് വേണ്ടി കയറിയതാണ്. ഒരു 10-35 ചോദ്യം ഉണ്ട് അവരോട് ചോദിക്കാൻ, ആ വീട്ടുകാരോട്. അപ്പോൾ ഒരു വീട്ടിൽ എങ്ങനെയായാലും ഒരു 10-15 മിനിറ്റ് അവിടെ ഇരിക്കണം. അപ്പോൾ അവരോട് അവരെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഉമ്മ ഉണ്ട്, അതുപോലെ അവിടുത്തെ ഒരു സഹോദരിയുണ്ട്. അവരതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു 3-ലോ 4-ലോ പഠിക്കുന്ന ഒരു പെൺകുട്ടി ബാത്റൂമിൽ നിന്ന് കുളി കഴിഞ്ഞിട്ട് അവളൊരു പിന്നെ സിമ്മി മാത്രം ഇട്ടിട്ട് എന്ത് ചെയ്തു, ഞങ്ങളെ മുമ്പിലൂടെ ഓടിയാണ് പോയി. അവൾ പോകുന്നിടത്തൊക്കെ വെള്ളമുണ്ട്, ശരിക്കും തലേന്നും തോത്തിയിട്ടൊന്നുമില്ല. അവിടെ പരിചയമില്ലാത്ത ഒരാളെ കണ്ടപ്പോൾ വേഗം ഓടിപ്പോയതാണ് കുട്ടി. പക്ഷെ കുട്ടി അങ്ങനെ നേരെ പോയി റൂമിൻ്റെ ഉള്ളിലേക്കാണ് പോയി. ഉടനെ തന്നെ പിന്നെ കുട്ടിയുടെ ഒരു ഭയങ്കര കരച്ചിലാകുകയാണ്. അപ്പം ഞാനടക്കം അതെടുത്ത് വെച്ച് ഇവരെ വീട്ടുകാരൊക്കെ എന്ത് ചെയ്ത് നേരെ ആ റൂമിലേക്ക് പാഞ്ഞു ചെന്ന് എന്താ സംഭവം. അപ്പോൾ ഈ കുട്ടി നേരെ പോയിട്ട് അവിടെ ഇരുട്ടായത് കൊണ്ട് സ്വിച്ച് ഇട്ടതാണ്. സ്വിച്ച് ഇട്ടപ്പോൾ ഈ കുട്ടിയുടെ കയ്യിൽ നല്ല നനവുണ്ട്, വെള്ളമുണ്ട്. ഈ വെള്ളം ഈ സ്വിച്ച് ബോർഡിന് എന്തോ ഷോക്കുള്ള സ്വിച്ച് ബോർഡാണ്. അത് തട്ടി കുട്ടി ഷോക്കടിച്ച് മലർന്ന് വീണിരിക്കുകയാണ്. അപ്പോൾ കുട്ടി ഇങ്ങനെ മലർന്ന് വീണിട്ട് കരഞ്ഞ് വായിലൂടെ ഒരു നൊരയൊക്കെ വന്ന് കണ്ണൊക്കെ മുകളിലേക്ക് പോയി. അതിൽ കുട്ടീനോട് ഒരു ബലം വെച്ചൊരവസ്ഥയിൽ എടുത്തു കൊണ്ടുവന്നിട്ട് ഇവർ മടിയിൽ കിടത്തിയിട്ട് പിന്നെ കുട്ടിയെ എന്തൊക്കെയോ തട്ടും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇവർ ബദരീങ്ങളെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ. ഈ ഉമ്മ ഈ സഹോദരി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സ്വന്തം കുഞ്ഞിൻ്റെ ജീവൻ കയ്യിൽ കിടന്ന് പടയുമ്പോൾ പോലും പടച്ചോനെ എൻ്റെ കുട്ടിനെ കാക്കണേ, അള്ളാഹുവേ എൻ്റെ കുട്ടിനെ കാക്കണേ എന്നു പറയാൻ ആ ഉമ്മക്കും സഹോദരിക്കും തോന്നുന്നില്ല. അവർ പറയുന്നത് എന്താ, മുഹ്യിദ്ദീൻ ശൈഖിയെ അല്ലെങ്കിൽ ബദരീങ്ങളെ കാക്കണേ എന്നാണ്. ഞാൻ ആ ഉമ്മയെയും ആ സഹോദരിയെയും കുറ്റം പറയുകയില്ല. സഹോദരങ്ങളെ, മുഹ്യിദ്ദീൻ ശൈഖും ബദരീങ്ങളും മോശക്കാരായത് കൊണ്ടല്ല, അവർ മഹാന്മാരല്ലാത്തത് കൊണ്ടല്ല. എന്താ കാര്യം? ആ ഒരു അവസ്ഥയിൽ ആ കുട്ടിയെ രക്ഷപ്പെടുത്തുവാൻ എങ്ങനെയാണ് മൺമറഞ്ഞു പോയ ആ മഹാന്മാർക്ക് കഴിയുക? അവിടെ ഒരു വിശ്വാസം, ഒരു തെറ്റായ വിശ്വാസം ഈ ഉമ്മയുടെ, ഈ സഹോദരിയുടെ മനസ്സിൽ ആരാണോ ഇട്ടുകൊടുത്തിരിക്കുന്നത് അവരാണ് അതിൻ്റെ കുറ്റക്കാരെന്നാണ് ഞാൻ പറയുന്നത്. എന്താണ് അവിടെ വിഷയം? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴിയിലൂടെ നമ്മളെ രക്ഷിക്കുവാനും സഹായിക്കുവാനും റബ്ബുൽ ആലമീനായ പടച്ച തമ്പുരാനല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല എന്നതാണ് ഇസ്ലാമികമായ വിശ്വാസം. എന്താണ് ഈ കാര്യകാരണ ബന്ധമെന്ന് പറഞ്ഞാൽ? അതായത് ഇപ്പൊ നമ്മള് ഈ കുട്ടി എന്നെ ഇപ്പൊ ഇങ്ങനെ വിളിച്ച് പിന്നെ ഈ കുട്ടി കരയുന്ന സമയത്ത് ആ കുട്ടിയുടെ ഉപ്പയുടെ പേര് ബഷീറാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പൊ ഈ ഉമ്മ പറയാണ്, ബഷീറേ ഒന്ന് വാ, ഓടി വാ, ഈ കുട്ടിയെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോക എൻ്റെ ബഷീറേ എന്ന് പറഞ്ഞാലോ? ആ വിളി ഒരിക്കലും ശിർക്കിൻ വിളിയല്ല, അത് കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ള വിളിയല്ല. എന്താ കാരണം? ബഷീർ എന്ന് പറയുന്ന ആ കുട്ടിയുടെ ഉപ്പ ദാ തൊട്ടപ്പുറത്തെ തൊടിയിലുണ്ട്. അത് ഉമ്മക്കറിയാം, അവിടെ അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഉമ്മ ഇവിടുന്ന് വിളിച്ചു കഴിഞ്ഞാൽ ബഷീർ അത് കേൾക്കും. കേട്ട് അവൻ ആ കൈക്കോട്ട് അവിടെ മാറ്റിവെച്ച് ഉമ്മയുടെ വിളിക്ക് ഉത്തരം കൊടുക്കും. അവൻ ഓടി വരും, വന്ന് കുട്ടിയെ വാരിയെടുത്ത് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് അവൻ്റെ വണ്ടി ഉപയോഗിച്ച് കൊണ്ടുപോകും. എന്നിട്ട് ഡോക്ടറെ കാണിക്കും, അങ്ങനെ ചികിത്സിക്കും, അങ്ങനെ ആ കുട്ടിയെ രക്ഷപ്പെടുത്തും എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഉമ്മയുടെ വിളി ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ പേരാണ് കാര്യകാരണ ബന്ധത്തിൻ്റെ ഉള്ളിലുള്ള, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിളിയാകുന്നു അത് എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വിളി ഒരിക്കലും ശിർക്കോ തെറ്റായ വിളിയോ അല്ല. എന്നാൽ ഞാൻ ചോദിക്കുന്നു,
എന്നെ കേൾക്കുന്നവർ ഓരോരുത്തരും ചിന്തിക്കണം, നെഞ്ചത്ത് കൈവച്ചാലോചിക്കണം. ഈ ഉമ്മ വിളിച്ചതെന്താ? ബദരീങ്ങളെ കാക്കണേ എന്നാണ്. ആ ബദരീങ്ങൾ എന്ന് പറയുന്നത് ആരാ? ബദറിൽ ഷഹീദായ മഹാന്മാരാണ്. അവരിന്നിവിടെ ജീവിച്ചിരിക്കുന്നില്ല, അവർ മരണപ്പെട്ടു പോയവരാണ്. അപ്പൊ ഈ ഉമ്മയുടെ വിശ്വാസം എന്താ? ഞാൻ ഈ വിളിച്ചാൽ അത് അങ്ങ് ബദറിൽ കിടക്കുന്ന ആ ശുഹദാക്കൾ അത് കേൾക്കുമെന്നും അവർക്ക് അവിടെ നിന്നുകൊണ്ട് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു വഴിയിലൂടെ എൻ്റെ കുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിയും, അതിനെന്തോ ഒരു കഴിവ് ഇവർക്ക് അല്ലാഹ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വാസം വെച്ചുകൊണ്ടാണ് ഈ ഉമ്മ ഈ വിളിക്കുന്നത്. അവിടെയാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴിയിലൂടെ റബ്ബുൽ ആലമീൻ അല്ലാതെ, അല്ലാഹുവിനല്ലാതെ നമ്മളെ രക്ഷിക്കുവാനോ ശിക്ഷിക്കുവാനോ സാധ്യമല്ല എന്ന ഷഹാദത്ത് കലിമയുടെ തൗഹീദിന്റെ ഏകദൈവ വിശ്വാസത്തിന്റെ അടിത്തറ നിലകൊള്ളുന്നത്. ആ അടിത്തറയിൽ പിഴച്ചുപോയി, അത് തെറ്റിപ്പോയി എന്നതാണ് ആ ഉമ്മ അങ്ങനെ വിളിക്കുവാനുള്ള കാരണം. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ച് വിശ്വസിക്കാം, അള്ളാഹിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുള്ളൂ. എന്നാൽ മഹാന്മാരെ ആദരിക്കണം, ബഹുമാനിക്കണം. ബദരീങ്ങളെ സ്നേഹിക്കൽ എങ്ങനെയാണ്? ആ ബദരീങ്ങൾ ആരോടാണോ പ്രാർത്ഥിച്ചത്, ബദറിൽ അപ്പുറത്ത് ശത്രുക്കളാണ്, ഇപ്പുറത്ത് മുഅ്മിനീങ്ങളാണ്. ഇവിടെ 300 ചില്ലാനം ആളുകളാണ്, അപ്പുറത്ത് ആയിരക്കണക്കിന് ആളുകളുണ്ട് ശത്രുക്കൾ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് ഇരു കൈയും ഉയർത്തിക്കൊണ്ട് ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, പടച്ച തമ്പുരാനെ, ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചാൽ നിനക്ക് മാത്രം ഇബാദത്ത് എടുക്കുവാൻ ഇവിടെ ഒരാൾ ബാക്കിയുണ്ടാവുകയില്ല. അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണേ. ഇത് റബ്ബക്കും വസ്തജാബ ലക്കും. വിശുദ്ധ ഖുർആൻ ഉത്തരം കൊടുക്കുക, അല്ലാഹു പറയുകയാണ്, ഉത്തരം കൊടുക്കുകയാണെന്ത്? ഇതാ നീ വിളിച്ചു പ്രാർത്ഥിച്ചതിന് സഹായം തേടി ഇതാ ഉത്തരം നൽകിയിരിക്കുന്നു, ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കിക്കൊണ്ട് നിന്നെ സഹായിച്ചിരിക്കുന്നു എന്ന്. അപ്പൊ ആ വിളിയുണ്ടല്ലോ, അത് അള്ളാഹുവിനോട് മാത്രമാണ്. അപ്പൊ ബദരീങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ബദരീങ്ങളൊരു പ്രയാസം വന്നപ്പോൾ ആരോടാണോ പ്രാർത്ഥിച്ചത് ആ അള്ളാഹിനോട് നമ്മൾ മാത്രം പ്രാർത്ഥിക്കുക. അതാണ് ബദരീങ്ങളോടുള്ള സ്നേഹം. അതല്ലാതെ ബദരീങ്ങൾ പഠിപ്പിക്കാത്ത ഒരു വിശ്വാസത്തിന്റെ ആളുകളായി നമ്മൾ ഒരു കാരണവശാലും മാറാൻ പാടില്ല. എത്ര വ്യക്തമാണ് വിഷയം. അപ്പൊ നമ്മുടെ വിശ്വാസത്തിൽ ഒരു തകരാറുമില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പിക്കണം. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ എന്താ മൗലവിങ്ങൾ പറയുന്നത്? ഞങ്ങൾ അങ്ങനെ 2 അള്ളണ്ടെന്നൊന്നും വിശ്വസിക്കണില്ലല്ലോ. അതുപോലെ തന്നെ അവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കൊന്നുമല്ലല്ലോ ചെയ്യുന്നത്. പ്രാർത്ഥിച്ചാലല്ലേ കുഴപ്പമുള്ളൂ. ഞങ്ങൾ ഇസ്തിയാസ നടത്തല്ലേ, ഞങ്ങൾ തവസ്സുല് നടത്തല്ലേ, അതിനെന്താ കുഴപ്പം എന്നാണ് പലപ്പോഴും നിഷ്കളങ്കമായി പല ആളുകളും പറയാറുള്ളത്. എന്നാൽ അവിടുന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ ഇസ്തിഗാസയെ സംബന്ധിച്ച് സഹായം തേടുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഞങ്ങൾ സഹായം തേടുന്നില്ലുള്ളൂ, പ്രാർത്ഥിക്കണില്ലല്ലോ എന്ന്. ഒരു ഉസ്താദിനോട് ഒരാൾ ചോദിച്ചു, ഒരു പരിപാടിയിൽ വെച്ച് ചോദിച്ചു, അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതാണോ ഏറ്റവും ഗുണം ചെയ്യുക, അതോ ഇസ്തിയാസ നടത്തുന്നതാണോ ഗുണം ചെയ്യുക? അതായത് ഇസ്തിയാസ എന്ന് അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇടയിൽ ഒരു ഇടയാളനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? മൊയ്യദ്ദീൻ ഷേഖിനോട് പറയാം, മൊയ്യദ്ദീൻ ഷേഖ് അള്ളാഹിനോട് പറയാം. അങ്ങനെ നമുക്ക് ഇടയിൽ ഒരാളെ വെച്ച് തവസ്സുലാക്കി ഇസ്തിയാസ അങ്ങനെ നടത്തിയാൽ ഏതിനാണ് ഫലം കൂടുക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അതിൽ ഫലം കൂടുക ഏതാന്ന് വെച്ചാൽ, ഒന്ന് ബെൻസിൽ പോകുന്നത് പോലെയാണ്, മറ്റൊന്ന് KSRTCയിൽ പോകുന്നത് പോലെയാണ്. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത് KSRTCയിൽ കയറിയ മാതിരിയാണ്, കുറേ സമയം പിടിക്കും എത്താൻ. എന്നാൽ ഇടയിലൊരാളെ വെച്ച് ചോദിക്കുകയാണെങ്കിൽ അതെന്താണ്? അത് ബെൻസിൽ പോണ പോലെ, ഭയങ്കര സ്പീഡിൽ പോണ പോലെ വേഗം ഗുണം കിട്ടും. ഇതാണ് പൊതുവെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ജനങ്ങൾ ആരോടാ പ്രാർത്ഥിക്കുക? അള്ളാഹിനോടാ പ്രാർത്ഥിക്കുക അതോ ഇടയാളന്മാരോടാ പ്രാർത്ഥിക്കുക? അപ്പൊ ആ രീതിയിലുള്ള ന്യായങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നു. പിന്നെന്തായിന്ന് വെച്ചാൽ, ഇനി പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രൂപത്തിൽ എത്തി. അവിടുന്നും പോയിട്ട് ഇപ്പൊ എന്തായിന്നറിയോ? അതിനൊരു ന്യായം പറഞ്ഞു കൊടുത്തു സാധാരണക്കാരൻ. എന്താണ് ആ ന്യായം? അവർക്ക് സ്വയം കഴിവില്ല എന്ന് വിചാരിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഈ കഴിഞ്ഞു പോയ മഹാന്മാരോടും ഔലിയാക്കന്മാരോടും ഒക്കെ പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവരുത്തരം ചെയ്യുന്നതും അവർ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതും സ്വയം കഴിവ് കൊണ്ടല്ല, അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ടാന്ന് വിശ്വസിച്ച പ്രശ്നമൊന്നുമില്ല. ഈ ന്യായമാണ് ചെയ്തു കൊടുക്കുക. ഈ എൻ്റെ ശബ്ദം കേൾക്കുന്നവർ ഓരോരുത്തരും ചിന്തിക്കണം, ഈ മനസ്സ് നിങ്ങൾക്കുണ്ടോ? ഈ മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, ഇതെവിടേക്കാണ് എത്തുക എന്നറിയോ?
അതെത്തിക്കഴിഞ്ഞു. എന്താ? ഈ ന്യായം വെച്ചുകൊണ്ട് ഇവിടെയുള്ള മറ്റു ആളുകൾ അല്ലല്ലാത്ത എന്തൊക്കെ സാധനങ്ങളോട് പ്രാർത്ഥിക്കുന്നുണ്ടോ, ഏതൊക്കെ വ്യക്തികളോട് പ്രാർത്ഥിക്കുന്നുണ്ടോ, അതെല്ലാം ചെയ്യാം ഈ ന്യായം മതി. ഇപ്പൊ ഒരാള് ഒരു കല്ലിന്റെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഇങ്ങനെ പിന്നെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് വിചാരിക്കാം. അത് നമ്മൾ പറഞ്ഞു, ഒരു മുസ്ലിം ആയിട്ട് നിങ്ങൾ തൊപ്പി കെട്ടുങ്ങാണ്ട് അവിടെ നിന്നുകൊണ്ട് ഈ കല്ലിനോട് പ്രാർത്ഥിക്കണത് എന്തിനാ? ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലല്ലോ. അത് ബഹുദൈവാരാധനയല്ലേ, അത് ചെയ്യാൻ പാടില്ലല്ലോ. അള്ളാഹിനോട് മാത്രമല്ലേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇദ്ദേഹത്തിന്റെ മറുപടി, ഞാൻ ഈ കല്ല് സ്വയം എന്നെ സഹായിക്കുന്നുള്ള വിശ്വാസം എനിക്കില്ല. അള്ള ഈ കല്ലിന് സഹായിക്കാൻ എന്ത് ചെയ്യും? അതിനുള്ള പിന്നെ സൗകര്യം ചെയ്യും, കഴിവ് കൊടുക്കും. അങ്ങനെ എന്നെ സഹായിക്കുന്നേ ഞാൻ വിചാരിക്കണുള്ളൂ. അപ്പൊ ഈ ന്യായം വെച്ചുകൊണ്ട് അതിനെ എതിർക്കാൻ പറ്റുമോ? നിങ്ങൾ ചോദിക്കും, നിങ്ങൾ വിചാരിക്കും, ശരിക്കും ആലോചിക്കും. ഈ ന്യായമാണ് നമ്മളെ മനസ്സിലുള്ളതെങ്കിൽ എന്താ, അള്ളാഹ്ക്ക് കല്ലിന് കൊടുത്തൂടെ? ഇനി ഈ ന്യായം പോയി എവിടെ എത്തിയെന്നറിയോ? കോഴിക്കോടുള്ള CM മടവൂർ, അദ്ദേഹം മരണപ്പെട്ടു പോയിട്ട് എത്ര വർഷമായി? അദ്ദേഹമാണ് ആകാശത്തിലൂടെ പോകുന്ന വിമാനങ്ങളെ തടഞ്ഞു വെക്കാൻ വരെ അദ്ദേഹത്തിന് കഴിയുമെന്ന് എത്ര ആളാ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്? എത്ര ആളാ അതിന് ലൈക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത് യൂട്യൂബിലൊക്കെ? നിങ്ങൾ നോക്കി. അപ്പൊ എന്താ അതിൻ്റെയും ബേസ്? എന്താ? അള്ളാഹ്ക്ക് അതിന് കൊടുത്തൂടെ കഴിവ് എന്നാണ്. ഈ ചോദ്യം ചോദിക്കുന്നതോടുകൂടി എന്നാ പിന്നെ കഴിഞ്ഞിട്ടുണ്ടാവും, വേഗം അംഗീകരിച്ചു കൊടുക്കുകയാണ്. അതുപോലെ ICUവിൽ അഡ്മിറ്റ് ചെയ്ത രോഗി മരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. എന്നിട്ട് ഇവർ യാ ഷെയ്ഖ് എന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖിന്റെ ഇറങ്ങിന് വന്നു, ICU കയറി വന്നിട്ട് ഈ വ്യക്തിക്ക് ജീവനാണ് കൊടുത്തുകൊണ്ട് അദ്ദേഹം തിരിച്ചാണ് പോയി. അങ്ങനെ കഴിയോ? എന്താ അള്ളാഹ്ക്ക് കൊടുത്തൂടെ? എന്നാ കുഴപ്പമില്ല. നോക്കാ നിങ്ങള്. അപ്പൊ അള്ളാഹ് മാത്രം ചെയ്യുന്ന ജീവൻ കൊടുക്കുക എന്ന വിഷയം വരെ മനുഷ്യന്മാർക്ക് ചെയ്യാൻ കഴിയും. അത് കുഴപ്പമില്ല എന്നുള്ളിടത്തേക്കാ പോണത്. അവിടുന്ന് പോയി അപ്പോഴെന്താ പറയാ, ഞങ്ങൾ എന്നാലും വലിയ പടച്ചോനാണെന്ന് ഞങ്ങൾക്ക് വിശ്വാസമല്ലല്ലോ, ഇവര് മഹാന്മാരാന്നല്ലേ ഞങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ എന്നാണ് പണ്ടൊക്കെ പറഞ്ഞിരുന്നത്. ഈ പുതുപ്പള്ളിത്തെരുവിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിഷ്കളങ്കരായ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, പരലോകത്തെ ഭയപ്പെടുന്ന, സ്വന്തം ഖബറിൽ പോയി കിടക്കണമെന്ന് ആലോചിക്കുന്ന, അതിനെക്കുറിച്ച് പേടിക്കുന്ന നല്ല മനസ്സുകൾ ഉണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത്. അവിടെ നിന്നും പോയി വണ്ടി. ഇപ്പൊ എന്താ ഒരു പാട്ട് കേട്ടില്ല നിങ്ങൾ? CM മടവൂര് ഞങ്ങളുടെ പടച്ചോനാണ് എന്ന് പറഞ്ഞു പോവുകയല്ല, എഴുതി പോവുകയല്ല, അങ്ങനെ അങ്ങ് ആരോടെങ്കിലും ഒരു സംഭാഷണത്തിൽ പറയുകയല്ല. ശരിയായ വിധം നല്ല സ്പീക്കറിൽ ഒരു പാട്ടായി അവതരിപ്പിച്ച് അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുവെന്ന് മാത്രമല്ല, അത് വന്നതോടുകൂടി ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കേരളത്തിൽ ഒരുപാട് പ്രഭാഷണങ്ങൾ നടന്നു. CM മടവൂരാണ് ഞങ്ങളുടെ പടച്ചോ, നിങ്ങൾ പറയാൻ പാടുണ്ടോ എന്ന് ചോദ്യങ്ങൾ ഉയർന്നു. ആ ചോദ്യങ്ങൾ ഉയർന്നത് മുജാഹിദ് വേദികളിൽ നിന്ന് മാത്രമല്ല, ഇവരൊക്കെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരിൽ നിന്ന് പോലും അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു. ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കണില്ല എന്ന് പറഞ്ഞു നോക്കി. അതിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു പേരോട് അബ്ദുറഹ്മാൻ സഖാഫിനെ പോലുള്ള ആൾക്കാരൊക്കെ. ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കണില്ല എന്ന് പറഞ്ഞു. എന്തേ സംഭവിച്ചു? ഈ പാട്ടിറക്കിയതും ഇവരെ പോലെ തലീക്കെട്ടുള്ള അങ്ങനെ പ്രസംഗിച്ച് നടക്കുന്ന കുറെ ആൾക്കാർ തന്നെയാണ്. അവരതിന് മറുപടിയുമായിട്ട് രംഗത്ത് വന്നു. എന്താ മറുപടി അറിയോ? എങ്ങനെ ഞങ്ങൾ ചെയ്യണത് തെറ്റാ നിങ്ങൾ പറയാ? എന്താ ചോദ്യം? തിരിച്ചുള്ള ചോദ്യം, അള്ളാഹ് കഴിവ് കൊടുത്താൽ എന്തും ചെയ്യാലോ. അപ്പൊ CM മടവൂരിന് പടച്ചോ എന്ത് കൊടുത്തു? ഇനി കുറച്ച് കാലം ഈ പടച്ചോനായിക്കോ എന്ന് കഴിവ് കൊടുത്താൽ എന്താ കുഴപ്പം? എന്താ കുഴപ്പം? ഈ ചോദ്യത്തിന് ഇന്ന് വരെ ഈ പറഞ്ഞ മുസ്ലിയാക്കന്മാർക്കൊന്നും മറുപടി പറയാൻ പറ്റിയിട്ടില്ല. ഞാൻ ഈ പുതുപ്പള്ളിത്തെരുവിലുള്ള സാധാരണക്കാരോട് സംസാരിക്കുന്നത്, ഈ പോക്ക് പോയാൽ എന്തായിരിക്കും മുസ്ലിങ്ങളുടെ അവസ്ഥ? എന്തിനെ വിളിച്ച് പ്രാർത്ഥിച്ചാലും എന്ത് ചെയ്താലും അത് തെറ്റാന്ന് പറയാൻ പറ്റൂല. അവിടെ എന്താ എഡിറ്റ് ചെയ്യേണ്ട കാര്യം? എവിടെ നമുക്ക് പഴിച്ചത്? അതായത് അള്ളാഹ് കഴിവ് കൊടുത്താൽ, അള്ളാഹ് കഴിവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് മാത്രം ചെയ്യുന്ന പണിയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരിക എന്നുള്ളത്. അത് വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മളെ സഹായിക്കാനും നമ്മൾക്ക് ഉപദ്രവം തരാനും പടച്ചോന് മാത്രമേ കഴിയൂ. ആ കഴിവ് ശരിക്കും ശ്രദ്ധിക്കണേ, ആ കഴിവ് അള്ളാഹു ഒരാൾക്കും വിട്ടുകൊടുത്തിട്ടില്ല. ഉറപ്പിച്ചോ? ഒരാൾക്കും വിട്ടുകൊടുത്തില്ല. അപ്പൊ നിങ്ങൾ പറയുന്നത് മൂസാ നബിക്ക് വടി പാമ്പാകാനുള്ള കഴിവ് കൊടുത്തില്ലേ? അത് മുഅ്ജിസത്തല്ല, അത് മുഅ്ജിസത്താണ്. എന്താ മുഅ്ജിസത്ത് പറഞ്ഞാൽ? പ്രവാചകനാണ് എന്ന് തെളിയിക്കുവാനുള്ള ഒരു അടയാളമാണത്. അതും തന്നെ മൂസാ നബി ചെയ്യുന്ന കഴിവല്ല.
മൂസാ നബിക്ക് സ്വന്തമായി വിട്ടുകൊടുത്ത കഴിവല്ല. കാരണം എന്താ? മൂസാ നബിയോട് അല്ലാഹു പറയുന്നുണ്ട്, എന്ത്? നീ എന്റെ വലത് കൈയിലുള്ള എന്താണ് മൂസ നിന്റെ വലത് കൈയിലുള്ളത്? അപ്പൊ മൂസാ നബി പറഞ്ഞു, അത് എന്റെ വടിയാണ്, അത് ഞാൻ ആടുകൾക്ക് ഇല പൊഴിച്ചു കൊടുക്കുന്ന വടിയാണ്. അതെന്തിനാ പറയിപ്പിച്ചത്? ഇതിനങ്ങനെ പ്രത്യേകിച്ച് വേറെ അഭൗതികത എന്നുള്ള ഒരു സാധാരണ വടിയാണ് എന്ന് മൂസാ നബിനെ കൊണ്ട് പറയിപ്പിച്ചു. അപ്പൊ അല്ലാഹു പറഞ്ഞു, എന്ത്? ഖാല അൽഖിഹാ യാ മൂസാ, നീ അതവിടെ അങ്ങ് ഇട്ടോ. മൂസാ നബി ഇട്ടു. എന്താ സംഭവിക്കാന്നൊന്നും മൂസാ നബിക്ക് അറിയില്ല. ആ പറഞ്ഞ പണി ചെയ്തു. അത് ചെയ്തതോടുകൂടി അതാ ഹയ്യത്തൻ തസ്ആ, ഒരു വലിയ പാമ്പായി അത് ഉയർന്നു വന്നു. മൂസാ നബി പേടിച്ചു. എന്തിനാ മൂസാ നബി പേടിക്കണത്? ശരിക്കും ശ്രദ്ധിക്കണേ. മൂസാ നബിക്ക് നേരത്തെ തന്നെ അറിയുമായിരുന്നുവെങ്കിൽ, ഈ വടിയിട്ടാൽ ഇതാ ഇത് പാമ്പാകുമെന്ന് അറിയുമായിരുന്നുവെങ്കിൽ മൂസാ നബി ചഞ്ചലനാകേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. മൂസാ നബി പേടിച്ച് പിന്നിലേക്ക് നിന്നു. ഉടൻ അല്ലാഹു പറഞ്ഞു, നീ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല, ലാ തഖഫ്, നീ ഭയപ്പെടേണ്ടതില്ല, നീ അതിനെ പിടിക്കുക. അത് പിടിച്ചു. അപ്പൊ സാധാരണ വടിയായി മാറുകയും ചെയ്തു. അപ്പൊ എന്താ വിഷയം? മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു വിചാരിക്കുന്ന കാര്യം അല്ലാഹു അവരിലൂടെ സംഭവിപ്പിക്കുകയാണ്. ആ കഴിവ് അവർക്ക് പ്രത്യേകം ഇട്ടുകൊടുക്കുകയല്ല. ഒന്നും കൂടി ഉദാഹരണം നോക്കി നിങ്ങൾ. അതേ പാമ്പായ വടി അതിന് ശേഷമാണല്ലോ മൂസാ നബിയും കൂട്ടരും അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുന്നത്, അല്ലേ? സംഭവം അറിയില്ലേ? ചരിത്രം അറിയില്ലേ? ഓടിയിട്ട് കടലിന്റെ അടുക്കലെത്തി. പിന്നിൽ ഹാമാനിന്റെ സഹാമാനും അവന്റെ ശത്രുക്കളും, മുന്നിൽ ചെങ്കടൽ. കൂടുതൽ ആളുകൾ ഇവരെ പറഞ്ഞു, ഇന്നാല മുദറകൂൻ, മൂസയെ നമ്മൾ പിടിക്കപ്പെട്ടല്ലോ, ഇനി എന്താ ചെയ്യാ? അപ്പൊ മൂസാ നബി പറഞ്ഞത് എന്താ? ആരും പ്രശ്നമാക്കണ്ട, എന്റെ കയ്യിൽ ഒരു വടിയുണ്ട്, ഞാൻ ആ വടി കൊണ്ട് ഇപ്പൊ ഇവിടെ അടിക്കും. അപ്പം എന്ത് ചെയ്യും? നേരത്തെ ആ വടി ഇട്ടപ്പോൾ പാമ്പാണായതെങ്കിൽ ഇനിതാ ഈ കടൽ പിളരാൻ പോവുകയാണ്, ധൈര്യമായിട്ടിരുന്നോളി എന്ന് പറയണേ. കൊടുത്ത കഴിവാണെങ്കിൽ എന്താ മൂസാ നബി പറഞ്ഞ്? മൂസാ നബി ഒറ്റ കാര്യം പറഞ്ഞു, എന്ത്? ഇന്ന മഈ റബ്ബീ സയഹ്ദീൻ, എന്റെ റബ്ബന്റെ കൂടെയുണ്ട്, അവൻ ഒരു വഴി കാണിക്കാതിരിക്കുകയില്ല, അവൻ വഴി കാണിക്കുക തന്നെ ചെയ്യും. എങ്ങനെയെന്നൊന്നും മൂസാ നബിക്ക് അറിയില്ല. മൂസാ നബി പ്രാർത്ഥിച്ചു, പറഞ്ഞതുപോലെ അല്ലാഹു പറഞ്ഞു, എന്ത്? മൂസ ആ വടി കൊണ്ടൊരു അടിക്ക്. അടിച്ചു. ഉടനെ അത് രണ്ടായി പിളർന്നു. ഉണങ്ങിയ ഒരു വഴിയുണ്ടായി. അതിലൂടെ മൂസാ നബി രക്ഷപ്പെട്ടു. മറ്റുള്ളവരെല്ലാം മുങ്ങിപ്പോയി. അപ്പൊ എന്തേ മനസ്സിലായി? ആ അവസ്ഥയും മൂസാ നബിയിലൂടെ അല്ലാഹു നടപ്പാക്കുകയാണ്, അല്ലാതെ സ്വതന്ത്രമായാണ് കൊടുക്കുകയല്ല. അതേ വടി കൊണ്ടാണ് കടൽ കടന്ന് അപ്പുറത്ത് പോയപ്പോൾ ഈ ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഉറവ വേണമെന്ന് പറഞ്ഞു, വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പൊ എന്താ മൂസാ നബി പറഞ്ഞു? ദാ വിഷമിക്കണ്ട, എന്റെ കയ്യിലൊരു വടിയുണ്ട്, ഞാൻ പഠിക്കും, നിങ്ങൾക്ക് ഉറവ പൊട്ടുന്നാണോ പറഞ്ഞത്? അല്ല. അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. അല്ലാഹു പറഞ്ഞു, അതാ അടിച്ചോ എന്ന് പറഞ്ഞു. പാറയിലടിച്ചു, 12 ഉറവകൾ പൊട്ടി. അപ്പൊ ഈ 3 സമയത്തും 3 തരത്തിൽ ആ വടി കൊണ്ട് പ്രവർത്തിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുത്തത് ആരാ? അല്ലാഹു ഉണ്ടാക്കി കൊടുത്താണ്. അത് മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്തും കറാമത്തും പണ്ഡിത മഹാന്മാരായ ആളുകൾക്ക് കറാമത്തുണ്ട്, അതില്ല എന്ന് ആരും അവിടെ പറയുന്നില്ല. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്, ഇവര് മുഅ്ജിസത്തിൽ വിശ്വസിക്കൂല, കറാമത്തിൽ വിശ്വസിക്കൂല എന്നൊന്നും പറയേണ്ട. മുഅ്ജിസത്തുണ്ട്, കറാമത്തുണ്ട്. അത് അള്ളാഹു അവരാദരിക്കാൻ അവരിലൂടെ നടപ്പാക്കുന്ന ചില കാര്യങ്ങളാണ്. പക്ഷേ അത് എനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്കും നടക്കാൻ കഴിയില്ല. അത് അങ്ങനെ അവകാശപ്പെടാനും കഴിയില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരിക്കലും തന്നെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴിയിലൂടെ ഉള്ള പടച്ച തമ്പുരാൻ മാത്രം നിർവഹിക്കുന്ന ഒരു പണി നമുക്കാർക്കും അത് വിട്ടു തന്നിട്ടില്ല. അങ്ങനെ ഒരു കഴിവ് ആർക്കും കൊടുത്തിട്ടില്ല. അതാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും സുഹൃത്തുക്കളെ ശിർക്ക് വരില്ല. അതുകൊണ്ട് ഈ പ്രോഗ്രാമിന്റെ, ഈ ആദർശ സമ്മേളനത്തിന്റെ പ്രമേയത്തിലെ 1ാമത്തെ ഭാഗം തൗഹീദാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹനെ മാത്രം ആരാധിക്കുക എന്നാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇതാണ് നമ്മുടെ അടിയാധാരം എന്ന് പറയുന്നത്. ഇതാണ് പഴച്ചുള്ള പ്രശ്നം. എന്താ അറിയോ? നമ്മൾ ചെയ്യുന്ന ഒരമലും അല്ലാഹു സ്വീകരിക്കൂല. അല്ലാത്തവരോട് നമ്മൾ അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യം വേറെ പടപ്പുകളോട് ചോദിച്ചാൽ പിന്നെ നമ്മളെ നിസ്കാരം സ്വീകരിക്കൂല, നോമ്പ് സ്വീകരിക്കൂല, ഒരു കാര്യവും സ്വീകരിക്കൂല.
അള്ളാന്റെ റസൂലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹ് പറയാണ്, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ താങ്കളുടെ പ്രവർത്തനങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും. പുതുപ്പള്ളി തെരുവുകാരെ ഓർക്കുക. ആരോടാ പറയണത്? അള്ളാന്റെ റസൂലിനോടാണ് അള്ളാഹ് പറയണത്. അല്ലേ? ഇപ്പൊ ഞാൻ അതൊക്കെ പ്രസംഗിക്കുമ്പോൾ ചില ആൾക്കാരെ മനസ്സിലുണ്ടാവും, എന്താ മൗലവി ഞങ്ങളൊന്നും ശിർക്ക് ചെയ്യണമല്ലോ എന്നല്ല, ഞങ്ങൾക്കൊന്നും അങ്ങനെയൊന്നും പറ്റൂല, നിങ്ങൾ എന്തിനാ ഞങ്ങളൊക്കെ മുശ്രിക്കീങ്ങളാക്കണം, ഞങ്ങളോട് ഇങ്ങനെ പറയണമെന്നൊക്കെ വിചാരിക്കും. നബി ശിർക്ക് ചെയ്തത് കൊണ്ടല്ലല്ലോ നബിനോട് എന്ത് ചെയ്യണത്, ഈ ഉത്ബോധനം പറയുന്നത്. നബി ആണെങ്കിൽ പോലും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ എത്ര ശ്രദ്ധിക്കണം? ഇത് പറയുന്നോട് കൂടി ഇതൊന്നും ഈ ഒരു തെറ്റ് മാത്രം സമുദായത്തേക്ക് വരൂല. മദ്യപാനിയാകും, വ്യഭിചാരിയാകും, വേറെ പലിശ വാങ്ങും, അതിലൊക്കെ സംഭവിക്കുന്നു. ഈ ശിർക്ക് മാത്രം നമ്മുടെ ജീവിതത്തേക്ക് വരൂല എന്ന് അവിടുന്ന് പഠിപ്പിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? കറുത്ത പാറയിലൂടെ കറുത്ത ഉറുമ്പരിച്ചു വരുന്നത് പോലെ അത്രയും ഗോപ്യമായ വഴിയിലൂടെ ശിർക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും, സൂക്ഷിക്കണേ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളത് സൂക്ഷിച്ചു കൊണ്ട് തന്നെ പോകണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക അറിയോ? ഇപ്പൊ ഒരു കല്യാണത്തിന് നമ്മൾ എല്ലാവരെയും വിളിച്ചു കൂട്ടി, ബിരിയാണി വെച്ചു, കല്യാണത്തിന്റെ ആൾക്കാരൊക്കെ വന്നു, എല്ലാവരും പന്തലിൽ നിരന്നിരുന്നു. ഭക്ഷണം വിളമ്പാൻ സമയത്ത് അതിൻ്റെ മൂടി എടുത്തപ്പോൾ അവിടെ തൊട്ടപ്പുറത്ത് ജനലിൻ്റെ അവിടെ ഒരു വിളക്കുണ്ടായിരുന്നു, ഒരു മണ്ണെണ്ണ വിളക്ക്. ആ മണ്ണെണ്ണ വിളക്ക് എന്ത് ചെയ്തു? ഈ ചോറിൻ്റെ ചെമ്പിലേക്കാണ് പോകുന്നത്. മണ്ണെണ്ണ മുഴുവൻ അതിലാണ് പോയി. ഇത് ഉണ്ടാക്കി ആളാകെ ബേജാറായി. കാരണം വേറൊരു തരി വറ്റ അവിടെ ഇല്ല, ആളുകൾ അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ നമ്മളുണ്ടല്ലോ, ബേജാറായ ചില ആൾക്കാർ ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചാൽ വണ്ടി എടുത്തൊരു പോക്കാണ് പോകും, പിന്നെയാണ് ശരിക്കുള്ള ആക്സിഡൻറ്റ് ഉണ്ടാകുക. എന്താ ചെയ്യണമെന്ന് അറിയില്ല. അതേമാതിരി ഇയാൾ എന്ത് ചെയ്തു? ബേജാറിലാണ്ട് അളക്കി ഒന്നായിട്ട്. അതോടുകൂടി മണ്ണെണ്ണ എല്ലായിടത്തും ഉണ്ടായി. എന്നിട്ടാണ് വിളമ്പി കൊടുത്തു, പോട്ടേന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ എല്ലാവരും മുമ്പിലേക്കും സാധനം എത്തി. പക്ഷേ എല്ലാവരും ഒരൊറ്റ വായിലേക്ക് കൊണ്ടുപോയിട്ട് അതവിടെ തന്നെ വെക്കും, ആരും കഴിക്കണില്ല. അപ്പോൾ കുടുംബനാഥം വന്നിട്ട് ഇവനെങ്ങനെ എണീറ്റ് പോവുകയാണ്, ഓരോരുത്തർ പഴക്കത്ത് നിന്ന് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇയാൾ നിന്ന് വേണ്ട ചൂടാകല്. ഇതെന്താ പരിപാടി? നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതൊക്കെ ഞാൻ 10-40,000 റുപ്യ ചെലവാക്കി ഉണ്ടാക്കിയതാണ്. ഇത്ര കോഴി അതിലുണ്ട്, ഇത്ര എണ്ണ അതിലുണ്ട്, ഇത്ര നെയ്യ് അതിലുണ്ട്. അതിൻ്റെ വിശേഷണം ഇങ്ങനെ പറയണം മൂപ്പര്. അതിഥികൾ ഇയാളെ മുഖത്ത് നോക്കിയപ്പോൾ ഇത് മണ്ണെണ്ണ ചോയ്ക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ലല്ലോ. എല്ലാവരും ഇങ്ങനെ ഉണ്ടാകുകയും ചെയ്ത്. അയാൾ പറയണൊക്കെ സത്യമല്ലേ? സത്യമല്ലേ? സത്യമാണ്. പക്ഷെ വേറൊരു സത്യം കൂടിയുണ്ട്. എന്ത്? 40,000 റുപ്യ മുടക്കി ഉണ്ടാക്കിയ ബിരിയാണിയിലേക്ക് ഒരു 2 രൂപയുടെ മണ്ണെണ്ണ ഒറ്റിയിട്ടുണ്ട്. അതോടുകൂടി 40,000 പാത്തിലായി അല്ലേ? പിന്നെ ഒരു കഷ്ണ ഇറച്ചി ചെയ്യുന്ന ആർക്കെങ്കിലും തിന്നാൻ കഴിയുമോ? അതുപോലെ സഹോദരങ്ങളെ, നമ്മൾ എന്തൊക്കെ സംഭാവന കൊടുക്കുന്നു, എത്ര പള്ളി നമ്മൾ ഉണ്ടാക്കുന്നു, എത്ര നോമ്പ് നമ്മൾ നോറ്റു, എത്ര ഹജ്ജ് നമ്മൾ ചെയ്തു, എത്ര നമ്മൾ നമസ്കരിച്ചു, എന്തൊക്കെ അമലുസാലിയാത്തുകൾ നമ്മൾ ചെയ്യുന്നു, എന്തൊക്കെ ദിക്റുകൾ നമ്മൾ ചെല്ലുന്നു. ഇതൊക്കെ ചെയ്താലും സുഹൃത്തുക്കളെ, ഇതിലേക്ക് ഈ മണ്ണെണ്ണയാകുന്ന ശിർക്ക് ഇങ്ങോട്ട് ഒറ്റിക്കഴിഞ്ഞാൽ കർമ്മങ്ങൾ മുഴുവനും പൊളിഞ്ഞു പോകും, നിഷ്ഫലമായി പോകും. പിന്നെ അള്ളാഹ്ക്കത് വേണ്ട. അപ്പൊ എന്താ അള്ളാഹ് അത്ര ക്രൂരനാണോ എന്ന് ചില ആൾക്കാർ ചോദിക്കും. ആ ചോദിക്കണവരോട് എനിക്ക് തിരിച്ചു പറയാനുള്ളത് എന്താ അറിയോ? നിങ്ങളെ മകൻ വിദേശത്താണ്, നല്ല സമ്പന്നനായി, കോടീശ്വരനായി തിരിച്ചു വന്നിട്ട് വാപ്പാനോട് പറഞ്ഞു, വാപ്പാ നിങ്ങൾക്ക് എന്താണോ ആവശ്യം ഞാനത് തരാം. ഗംഭീരമായൊരു വീട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, ആധുനിക സൗകര്യമുണ്ട്. സഹോദരങ്ങളെ, ഈ പ്രോഗ്രാമിൻ്റെ ചെലവുക്കുള്ള ഒരു ചെറിയ കലക്ഷൻ നിങ്ങളടുത്ത് കൂടി വരും. എല്ലാവരും കൈവച്ചാൽ ഈ പരിപാടിൻ്റെ മുഴുവൻ ചെലവും ഇവിടുന്ന് തന്നെ തീർക്കാം. ഇന്ന് അടുത്ത പരിപാടി വെക്കുകയും ചെയ്യാം. എന്നാൽ ഇത് കടാണെങ്കിലോ പിന്നെ സംഘാടകർ അധികം വെക്കൂല. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ കാര്യം എന്ത് ചെയ്യണം, ഒന്ന് ഏറ്റെടുക്കണം. ഏകദേശം ചിലവ് എത്ര സ്ത്രീകളും തന്നെ ഇങ്ങനത്തെ പരിപാടിക്ക് വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ മനസ്സിൽ കരുതിയിട്ട് വേണം വരാൻ. ഒക്കെ പുരുഷന്മാരെ ഏൽപ്പിക്കല്ല വേണ്ട. അപ്പോൾ എല്ലാവരും കഴിവിൻ്റെ പരമാവധി എന്ത് ചെയ്യണം, അതിലൊന്ന് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം അപ്പോൾ മകൻ ഗൾഫിൽ നിന്ന് വന്നു. എന്നിട്ട് പറഞ്ഞു, എന്ത് ഞാൻ നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു തരാമെന്ന് പറഞ്ഞു. എല്ലാ സൗകര്യവും ചെയ്തു തരാം. നിങ്ങൾ എന്ത് ഇപ്പുള്ള വാഹനം നമുക്ക് മാറ്റാം. അതേപോലെ തന്നെ നിങ്ങൾ ചോദിക്കണ കാശ് ഞാൻ തരാം, എല്ലാം തരാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ മകൻ്റെ കണ്ടീഷൻ എന്നറിയോ?
നാളെ മുതൽ ഞാൻ നിങ്ങളെ വാപ്പാന്ന് വിളിക്കൂല. നിങ്ങളെ ഞാൻ വാപ്പാന്ന് നാളെ മുതൽ ഞാൻ വിളിക്കൂല. വാപ്പാന്ന് വിളിക്കുക ഞാൻ അയൽപ്പക്കത്തെ നമ്മൾ അബ്ദുറഹ്മാനാജി ഉണ്ടല്ലോ, മൂപ്പനെയാണ് ഞാൻ നാളെ വാപ്പാന്ന് വിളിക്കുള്ളൂ. നിങ്ങളെ ഞാൻ വാപ്പാന്ന് വിളിക്കൂല. പക്ഷെ നിങ്ങൾ ചോദിക്കണമൊക്കെ ഞാൻ തരും. ഈ ഇരിക്കുന്നതിൽ വാപ്പാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് സമ്മതിക്കുമോ? നിങ്ങളെ മകൻ വന്ന് പറഞ്ഞ എന്താ നിങ്ങൾ വാപ്പയാണെങ്കിൽ നിങ്ങൾ എന്താ പറയാ? ഞാൻ പച്ചവെള്ളം കുടിച്ചാലും വേണ്ടില്ല, ഞാൻ ഈ മരത്തണലിൽ ജീവിച്ചാലും വേണ്ടില്ല, നിന്റെ ഒരു നയാ പൈസ എനിക്ക് വേണ്ടെന്ന് പറയും. ഇറങ്ങൂല അവിടുന്ന്. മാനാഭിമാനമുള്ളവൻ. അവിടുത്തെ അവന്റെ AC-യും അവന്റെ കാറും അവന്റെ സൗകര്യം അത് നുണഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കോ? വാപ്പയാണെങ്കിൽ ജീവിക്കോ? ഇല്ല. കാരണം നമ്മളെ പിതൃത്വത്തെയാണ് അവൻ ചോദ്യം ചെയ്യുന്നത്. സഹോദരങ്ങളെ, ഞാൻ ഇതിനോട് ഉപമിക്കുകയല്ല. നമ്മൾ ഈ ഭൂമി ലോകത്തേക്ക് വരുമ്പോ നമുക്കുള്ള ഓക്സിജൻ അള്ളാഹു ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വാസയോഗ്യമായ ഭൂമി ഇവിടെ സംവിധാനിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കണ്ണുണ്ട്, കാതുണ്ട്, നമുക്ക് സകലവിധ അനുഗ്രഹങ്ങളും അല്ലാഹു തന്നിട്ടുണ്ട്. ആ അല്ലാഹ് എന്നിട്ട് പറയണത്, യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഏ ജനങ്ങളെ, ആ വിളി ശ്രദ്ധിക്കണേ. പുതുപ്പള്ളിത്തെരുവിലുള്ള മുസ്ലിമീങ്ങളെ എന്നല്ല വിളി. ജനങ്ങളെ, അന്നാസ് എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരെ, ഹൈന്ദവരെ, മതമുള്ളവരെ, മതമില്ലാത്തവരെ, അതുപോലെ മനുഷ്യരെ, എല്ലാ വിഭാഗം ആളുകളെയുമാണ് ഖുർആൻ വിളിക്കുന്നത്. എന്നിട്ടോ ഉഅ്ബുദൂ, നിങ്ങൾ ആരാധിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ നേർച്ച വഴിപാടുകൾ അർപ്പിക്കണം. ആർക്ക്? ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിന്, നിങ്ങളുടെ മുമ്പുള്ളവരെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിന്, അവനെ നിങ്ങൾ ആരാധിക്കണം. ഇതാണ് അള്ളാഹ് നമ്മോട് ആവശ്യപ്പെട്ട ഒരു കാര്യം. ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവിനെ സ്രഷ്ടാവായിട്ട് അംഗീകരിക്കണം ആദ്യം. എന്നിട്ട് അവന് മാത്രം ഇബാദത്ത് കൊടുക്കണം. എന്നിട്ട് വേണം വേറെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ. മനസ്സിലായി? അപ്പോഴേ അത് സ്വീകരിക്കുള്ളൂ. ഇത് നമ്മൾ അള്ളാഹനെ അംഗീകരിക്കാൻ തയ്യാറല്ല, പടച്ചവനോട് മാത്രം പ്രാർത്ഥിക്കാൻ തയ്യാറല്ല. അത് ഞാൻ വേറുള്ളവരോടും പറയും. എന്നാ എന്ത് ചെയ്യാ? വേറുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം. അള്ളാഹ് അത് സ്വീകരിക്കൂല. അതുകൊണ്ടാണ് ശിർക്ക് നന്ദികേടാണെന്ന് പറയാം. ഇന്ന ശിർക ലളുൽമുൻ അളീം, ഏറ്റവും വലിയ അക്രമമാകുന്നു ശിർക്ക് എന്ന് പറയാനുള്ള കാരണം. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മൾ ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കുക സുഹൃത്തുക്കളെ. നമ്മൾ പടച്ചവനോട് ഞങ്ങൾ ചോദിച്ചു നോക്കി, നിങ്ങൾ ഇന്ന് നിങ്ങൾ ഉസ്താദിനോട് പോയിട്ടൊന്ന് അന്വേഷിക്കുക. ഉസ്താദ്, ഞാൻ നാളെ മുതൽ പ്രാർത്ഥനകൾ മുഴുവൻ പടച്ചവനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കാൻ ഞാൻ തീരുമാനിക്കുകയാണ്. ഞാൻ മഹാന്മാരെ ആദരിക്കും, ബഹുമാനിക്കും, അതൊക്കെ ഞാൻ ആദരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ പ്രാർത്ഥന പടച്ചവനോട് മാത്രമേ നടത്തുള്ളൂ. അതിൽ വല്ല തെറ്റുണ്ടോ എന്ന് ചോദിച്ചു നോക്കി. തെറ്റുണ്ട് എന്ന് ഒരാൾ പോലും പറയില്ല. എന്തിനാ നമ്മൾ ഈ ഇല്ലാത്തത് ഒഴിവാക്കിയിട്ട് സംശയമുള്ളതിൻ്റെ പിന്നാലെ പോണ്? ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് കയറി വരികയാണ്. അവിടെ 2 ഗ്ലാസ്സിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം നല്ല ക്ലിയറായ വെള്ളമാണ്. മറ്റേ ഗ്ലാസ്സിലെ വെള്ളം ഒരു ചുവന്ന കളറുണ്ട്, എന്തൊക്കെയോ അതിൽ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല ദാഹമുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചു കുറച്ച് വെള്ളം വേണം. അപ്പോൾ അവിടെ 2 ആൾ ഇരിക്കുന്നുണ്ട്. അവർ 2 ആളും തർക്കിക്കുകയാണ്. എന്ത്? ഒരാൾ പറയണത് 2 വെള്ളവും കുഴപ്പമില്ല, മറ്റേ ആൾ പറഞ്ഞു മറ്റേ വെള്ളം പ്രശ്നമാണ്, ഇതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇയാൾ ചോദിച്ചു, 2 ആളോടും ചോദിച്ചു, ഇതിനെപ്പറ്റി നിങ്ങൾക്ക് 2 ആൾക്കും അഭിപ്രായം എന്താ? അപ്പോൾ 2 ആളും പറഞ്ഞത് ഇത് കുഴപ്പമില്ല. ഒരു ഗ്ലാസിനെ പറ്റി എന്തുള്ളൂ അഭിപ്രായ വ്യത്യാസമുള്ളൂ. നമ്മൾ ഏത് വെള്ളം കുടിക്കുക? 2 ആളും പറയണതല്ലേ കുടിക്കുള്ളൂ, അല്ലേ? ഇതുപോലെ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? ഇവിടെയുള്ള എല്ലാ മുസ്ലിം സംഘടനകളും പണ്ഡിതന്മാരും പറയുന്നത് അതിന് കുഴപ്പമുണ്ടെന്ന് നമ്മൾ പറയില്ല. എന്നാൽ മറ്റേതും ആകാന്നുള്ളൂ. എന്ത്? അത് ബെൻസ് പോണ മാതിരി എന്നൊക്കെ പറയുന്നേ ഉള്ളൂ. നമ്മൾ ഈ സംശയമുള്ളതിൻ്റെ പിന്നാലെ എന്തിനു പോണം? എന്തിനാ പോണത്? നമുക്ക് സംശയം ഇല്ലാത്തതിൻ്റെ പിന്നാലെ പോയാൽ പോരെ? നമുക്ക് മഹാന്മാരെ ആദരിക്കണം, ബഹുമാനിക്കണം, അതിന് യാതൊരു തർക്കമില്ല. പക്ഷെ അവരോട് നമ്മൾ അള്ളാഹിനോട് ചോദിക്കാൻ പാടില്ല, എത്രയല്ലേ നമ്മൾ പറയുന്നുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളെ വിശ്വാസത്തിൽ ആ ശിർക്കിൻ്റെ ലാഞ്ചന ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായി നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഇന്നെന്താ അറിയാം, ആൾക്കാർക്ക് ഭയങ്കരമായ ഭയപ്പാടിലാണ് ആൾക്കാർ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഈ നെന്മാറയിലുണ്ടായ സംഭവം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കി. എന്താ ഇപ്പോൾ പത്രത്തിലൊക്കെ വന്നത് എന്താണെന്ന് വെച്ചാൽ, വാർത്തകളിലൊക്കെ കാണുന്നത് നീളമുള്ള മുടിയുള്ള ഒരു സ്ത്രീ തൊട്ടടുത്ത വീട്ടിലുണ്ട്. അപ്പം ആ സ്ത്രീയാണ്
എൻ്റെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കുടുംബകലഹങ്ങൾക്കും കാരണക്കാരിയായി പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവളെ ഇല്ലാതാക്കിയാൽ എന്ത് ചെയ്യുള്ളൂ, എനിക്ക് സ്വസ്ഥത കിട്ടുള്ളൂ എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണത്രേ ആ മനുഷ്യൻ ആദ്യത്തെ കൊലപാതകം നടത്തിയത്. പിന്നെ എത്രയോ വർഷങ്ങൾ ജയിലിൽ പോയി രണ്ടാമത് തിരിച്ചു വന്നിട്ട് പിന്നെ രണ്ടാളെ വെട്ടിക്കൊല്ലാൻ അയാൾക്ക് ഈ മനസ്സിലുള്ള വിശ്വാസമാണ് കാരണമായതെന്നാണ് പറയുന്നത്. അപ്പം എന്താ അത് വിഷയം? ആ വല്ലാത്ത ഒരു ഭയപ്പാടിലൂടെയാണ് മനുഷ്യന്മാർ പോകുന്നത്. ഈ മന്ത്രവാദക്കെണിയുടെ അങ്ങേയറ്റത്തെ ഭയപ്പാടിൽ സഹോദരങ്ങളെ, ഏകദൈവ വിശ്വാസിയായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള യാതൊരു ഭയപ്പാടും അവർക്കുണ്ടാവുകയില്ല. എങ്ങനെ ഭയപ്പാടുണ്ടാവുക? കാരണം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴിയിലൂടെ ഈ മന്ത്രവാദികളാകട്ടെ, സിദ്ധന്മാരാകട്ടെ, പണിക്കന്മാരാകട്ടെ, ജ്യോത്സ്യന്മാരാകട്ടെ, അങ്ങനെ ആരാവട്ടെ, അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസത്തിന്റെ പേരാണ് തൗഹീദ് എന്ന് പറയുന്നത്. ആ ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയണം. അതാണ് ഇസ്ലാം. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ എന്താ? നിർഭയത്വമുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഒന്നിനെയും പേടിക്കാത്തവൻ എന്നാണ് അതിന്റെ അർത്ഥം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലദീന ആമനു, വിശ്വസിക്കുകയും, വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, അവരുടെ ഈമാനിൽ ളുൽമ കലർത്താതിരിക്കുകയും ചെയ്തവരാരോ, ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ, അവർക്കാകുന്നു നിർഭയത്വമുള്ളത്, അവരാകുന്നു നേർമാർഗത്തിന്റെ വഴിയിലുള്ളത് എന്നാണ്. അപ്പോ ശരിയായ തൗഹീദ് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാറിന്റെ മുമ്പിലൂടെ ഒരു കറുത്ത പൂച്ച ഓടിയതുകൊണ്ട് ഒരിക്കലും അവൻ ബേജാറാവുകയില്ല. ഒരു കോഴിമുട്ടയിൽ ആരെങ്കിലും എന്തെങ്കിലും വരച്ചു വെച്ചതുകൊണ്ട് അവൻ ഒരിക്കലും അസ്വസ്ഥനാവുകയില്ല. ഏതെങ്കിലും ഒരു മന്ത്രവാദി എന്തെങ്കിലും ചെയ്തു എന്നതിന്റെ പേരിൽ അവൻ ഒരിക്കലും അസ്വസ്ഥനാവുകയില്ല. ഒരു ജിന്നുമ്മമാരോ മന്ത്രവാദികളോ സിദ്ധന്മാരോ അവനെ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് അവനൊന്നും തന്നെ തോന്നുകയില്ല. കരിങ്കണ്ണാ നോക്കടാ എന്ന ബോർഡ് എവിടെയെങ്കിലും എഴുതി വെച്ചത് കണ്ടതിന്റെ പേരിൽ അവനൊന്നും തോന്നുകയില്ല. കാരണം എന്താ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴിയിലൂടെ ഈ സിദ്ധന്മാർക്കോ, ഈ മന്ത്രവാദികൾക്കോ, ഈ കരിങ്കണ്ണിനോ, ഈ പൂച്ചക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസമാണ് അവർക്കുള്ളത്. കാരണം അഭൗതിക വഴിയിൽ അള്ളാഹുവിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ്. അപ്പൊ ചില ആളുകൾ പറയും, ഇവിടെ സിഹിറില്ലേ, സിഹിർ ചെയ്യുന്ന ആൾക്കാരില്ലേ, അതിന് ഫലമുണ്ട് എന്നല്ലേ ഖുർആനിൽ പറയുന്നത്? അതുപോലെ ഹദീസുകളിൽ അതിന് ഫലമുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, ഹദീസ് സ്വഹീഹായ ഹദീസുകൾ ഉണ്ടല്ലോ. അപ്പൊ അത് വിശ്വസിച്ചാൽ ആകെ ബേജാറാവൂലേ എന്നാണ് പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊരു തരം ഇസ്ലാമോഫോബിയാണ്. എന്ത്? ഖുർആനിലുള്ളതും ഹദീസിലുള്ളതും വിശ്വസിച്ചതിന്റെ പേരിൽ എങ്ങനെ നമുക്ക് നിർഭയത്വം പോവുക? അങ്ങനെ പോകാൻ ഒരു തൗഹീദ് നമുക്ക് ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പൊ എന്താണ് ഈ വിഷയമെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ സിഹിറിൽ പ്രവർത്തിക്കുന്നത്? ചില ആളുകൾ എന്താ പറയുക, അത് ചെയ്യുന്ന ആളുകൾക്ക് എന്തോ ദിവ്യത്വമുണ്ട് എന്നാണ് വിചാരിക്കുന്നത് ആൾക്കാർ. ഈ പൂജാരിമാർക്ക് ദിവ്യത്വമുണ്ട് എന്നാണ് കരുതുന്നത്. ഈ മന്ത്രവാദികൾക്ക് ദിവ്യത്വമുണ്ട് എന്നാണ് കരുതുന്നത്. ഈ സാഹിറുകൾക്ക് ദിവ്യത്വമുണ്ട് എന്നാണ് കരുതുന്നത്. എന്നാൽ ഉറപ്പിച്ചോ, അവർക്ക് യാതൊരു ദിവ്യത്വവുമില്ല. കാരണം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴിയിലൂടെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെയോ ഇവർ ചെയ്യുന്നതിൽ ഈ കാര്യങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ? അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് ഉള്ളിൽ നടക്കുന്ന ഒരു പ്രവൃത്തി മാത്രമാണ്. അത് പിശാചിനെ ഉപയോഗിച്ചുകൊണ്ടാണ്, അത് ശൈത്താനിനെ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ശൈത്താൻ എന്ന് പറയുന്നത് ഒരു സൃഷ്ടിയാണ്, അത് നമുക്ക് കാണില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ലോകത്തുള്ള ഒരു സൃഷ്ടിയുടെ പേരാണ് ശൈത്താൻ, അതുപോലെ ജിന്നുവർഗം എന്നൊക്കെ പറയുന്നത്. അവരൊരിക്കലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അള്ളാന്റെ ദർജയിലുള്ള ആൾക്കാരല്ല. അങ്ങനെ ഇപ്പൊ പല ആൾക്കാരും പറയുന്നത്. അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ് ചെയ്യുന്നത് പോലെ അഭൗതിക വഴിയിലൂടെ ചെയ്യുന്ന കാര്യമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ചെയ്യുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കി വെച്ചവർക്കാണ് ഈ ഭയമുണ്ടാകുന്നത്. അവർക്കാണ് നിർഭയത്വം നഷ്ടപ്പെടുന്നത്. എന്നാൽ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം, ഒരു തൗഹീദുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകൾക്ക്, ഈ മന്ത്രവാദികൾക്ക്, ഈ സിദ്ധന്മാർക്ക് ഒരിക്കലും തന്നെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഒരു ദിവ്യത്വവുമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണവർ. മറിച്ച് അവർ കാട്ടിക്കൂട്ടുന്നത് ഈ ശൈത്താനീയത്തിന്റെ കൂടെ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നാണ്. അപ്പൊ ചില ആൾക്കാരെ മനസ്സിലുണ്ടാവും,
അപ്പോഴും അള്ള തോൽക്കല്ലേ അവിടെ ചെയ്യണത്. അപ്പൊ അള്ളാനെ കടത്തി വെട്ടിക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ ഈ ശൈത്താന്മാർക്ക് കഴിയുന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്? ആര് പറഞ്ഞു? ഈ സിഹറിന് ഫലമുണ്ട് എന്ന് പറയുന്ന ആയത്തിൽ തന്നെ പറയുന്നത് എന്താ? വമാഹും ബിദാരിന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ ഒരാൾക്കും തന്നെ അതുകൊണ്ട് അവർ ഉപദ്രവം വരുത്തുകയില്ല തന്നെ. ഈ ആയത്ത് ഓർത്തു വെക്കണം. അതിന്റെ തഫ്സീറുകൾ വായിക്കണം. എന്താണ് ആയത്ത്? വമാകും ബിദാരീന ബിഹി മിൻ അഹദിൻ. ഒരാൾക്കും, അത് സിദ്ധനാകട്ടെ, അത് കുട്ടിച്ചാത്തനാകട്ടെ, അത് ജ്യോത്സ്യനാകട്ടെ, പണിക്കരാകട്ടെ, അത് ശൈത്താന്മാരാകട്ടെ, എന്താകട്ടെ, അവർക്കാർക്കും തന്നെ അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ, ഇല്ലാ ബിഇദ്നില്ലാ, അള്ളാഹിന്റെ അനുമതി പ്രകാരമല്ലാതെ ഒരാൾക്കും തന്നെ അതുകൊണ്ട് ഒരു ഉപദ്രവവും വരുത്താൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് അവരെന്തേലും ചെയ്യണമെങ്കിൽ അത് അള്ളാഹിന്റെ അനുമതിയോടുകൂടിയാണ്. അത്രയേ ഉള്ളൂ. പിന്നെന്തിനാ നമ്മൾ ബേജാറാകേണ്ട കാര്യം? അള്ളാഹ് അനുമതി കൊടുത്തില്ലെങ്കിൽ നടക്കൂല. പിന്നെന്തിനാ ബേജാറാകേണ്ട കാര്യം? അപ്പോഴും ഉണ്ടാവും. എന്നാലും ഇങ്ങനെ ഒരു പേടി ഉണ്ടാവൂലേ സഹോദരങ്ങളെ? പേടി കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ പേടി അള്ളാഹിനെ പേടിക്കാൻ പറ്റുള്ളൂ. അതിന്റെ താഴെയുള്ളത് ഇവിടെയുള്ള ജീവജാലങ്ങളെ പേടിക്കാൻ മനുഷ്യന് പേടി ഉണ്ടാവില്ല. ഇപ്പോൾ ഈ പ്രസംഗിക്കണീൻ്റെ ഇടയിൽ ഒരു പാമ്പ്, ഒരു നല്ല വിഷമുള്ളൊരു പാമ്പ് ഈ കസേരൻ്റെ ഇടയിൽ കൂടി കയറി വന്നാൽ നമുക്ക് പേടിയൊന്നുമില്ല അവിടെ ഇരിക്കും. നിങ്ങൾ എനിക്കിവിടെ പ്രസംഗിക്കാൻ ഓക്ക നീച്ച് ഓടിയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഇങ്ങനെ സിർക്കായോ? സിർക്കായോ? നിങ്ങൾ പറയും, സിർക്കായോ? എന്താ അവിടെ പേടി? ആ പാമ്പ് വിഷമുള്ള പാമ്പാണ്. അതിൽ വിഷമുണ്ട്. അത് കൊത്തിയാൽ ഉടനെ മരിക്കാൻ സാധ്യതയുണ്ട്. അതൊരു പേടി തന്നെയാണ് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങി ഓടുന്നത്. അതിന് കാര്യമുണ്ട്, കാരണമുണ്ട് അതിൽ അല്ലേ? എന്നാൽ കേട്ടോ, പഠിച്ചു വെച്ചോളി. എന്നാൽ ആ പാമ്പിന്റെ ദോഷം പോകാൻ നാളെ ഒരു സർപ്പക്കാവുണ്ടാക്കി, എന്നിട്ടൊരു പാമ്പിന്റെ രൂപം അവിടെ ഉണ്ടാക്കി വെച്ചു, എന്നിട്ട് അതിനോട് പ്രാർത്ഥിച്ചു, ഇനി ഇവിടെ പാമ്പിന്റെ ശല്യമില്ലാതെക്കാൻ ഞാൻ പാമ്പിനോട് ആരാധിക്കുന്നു, പാമ്പിനോട് പ്രാർത്ഥിക്കുന്നു. അതോടുകൂടി ആ പേടിയുണ്ടല്ലോ. എന്നിട്ട് ദിവസം അവിടെ എണ്ണയും മെഴുകുതിരിയും കത്തിച്ചിട്ടില്ലെങ്കിൽ എന്തോ പ്രശ്നം ഉണ്ടാവും എന്ന് വിശ്വസിച്ച പേടിന്റെ തലം മാറി. അപ്പൊ ശിർക്കായി. മനസ്സിലായോ? അപ്പൊ ശിർക്കായി. കാരണം അതിന്റെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു പേടി ആരിലൂടെ കാണുന്നു? ഈ പാമ്പിലൂടെ നമ്മൾ കാണുന്നു. ഇതാണ് തൗഹീദും ശിർക്കുള്ള വ്യത്യാസം. എത്ര ക്ലിയറാ വിഷയം. ഒരു എലി നമുക്ക് പേടി ഉണ്ടാവില്ലേ? ഇതാ സ്ത്രീകളോട് ഇരിക്കുന്നുണ്ട്, അടുക്കളയിൽ കൂടി 4 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും എലി ഓടാൻ നിന്ന ഉമ്മമാര് പറയും അടിയന്തരമായിട്ട് ഒരു എലിക്കണി കൊണ്ടുവരണം എന്ന് പറയും. കാരണം എന്താ അറിയോ? ഈ എലി എവിടെയെങ്കിലും ഒന്ന് മൂത്രം ഒഴിച്ചിങ്ങാണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അതിൽ നിന്ന് രോഗങ്ങൾ ഉണ്ടാവും. ഇവിടെ എലിപ്പനി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ആ പേടി നമുക്കില്ലേ? ആ പേടിച്ചാൽ നമുക്ക് ശിർക്കായോ? ശിർക്കായോ? ഇല്ല, ഒരിക്കലും ശിർക്കാവൂല. എന്നാൽ ആ എലിയെ പൂജിക്കണം, അത് ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, ആ നിലക്ക് പേടിക്കുന്ന ആൾക്കാരുണ്ട്. ശിർക്കായി. കാരണം എന്താ? അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഒരു പേടിയാണ്. മറ്റേത് നമ്മളെ കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലുള്ള പേടിയാണ്. കാരണം ഇതിന്റെ മൂത്രത്തിൽ നിന്ന് എന്തുണ്ടാവും? അസുഖം ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ടാണ് പേടിക്കണത്. കറുത്ത ഒരു പൂച്ച ഓടി, ആ പൂച്ച ഒരു പക്ഷെ ആ വിരവിൽ എന്നെ കടിച്ചേക്കാന്നുള്ള പേടിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് ശിർക്കല്ല. എന്നാൽ കറുത്ത പൂച്ച ഓടിയാൽ അഭൗതികമായ വഴിയിലൂടെ എനിക്കെന്തോ ഒരു ദോഷം വരാനുണ്ട് എന്ന് പേടിച്ച ശിർക്കായി. മനസ്സിലായുണ്ടോ? അതുപോലെ ഈ സിഹിറിൽ പ്രവർത്തിക്കുന്ന പിശാച്ച്, ആ പിശാച്ചിന്റെ കഴിവും അവൻ ചെയ്യുന്ന പ്രവൃത്തിയും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വഴിയിലൂടെ നടക്കുന്ന പ്രവൃത്തിയാണ്. അതാണ് സിഹിറിൽ സംഭവിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ അത് ശിർക്കായി, സംശയിക്കണ്ട. എന്നാൽ ഓരോ ജീവജാലങ്ങൾക്കും അല്ലാഹു ഓരോ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, ഓരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അത് മനുഷ്യനുള്ള കഴിവല്ല പൂച്ചക്കുണ്ടാകുക, പൂച്ചക്കുള്ള കഴിവല്ല എലിക്കുണ്ടാകുക, എലിക്കുള്ള കഴിവല്ല ആനക്കുണ്ടാകുക, ആനക്കുള്ള കഴിവല്ല കാണാത്ത സാധനങ്ങൾക്ക് ഉണ്ടാകുക. ഇപ്പൊ ബാക്ടീരിയ നമ്മളെ കണ്ടുകൊണ്ട്, പ്രത്യക്ഷ കണ്ടുകൊണ്ട് കാണാൻ കഴിയില്ല. ആ ബാക്ടീരിയകൾ രോഗം ഉണ്ടാക്കുന്നു നമ്മൾ പറയുന്നു. അതങ്ങനെ വിശ്വസിച്ച ശിർക്കായോ? ആയോ? ഇല്ല. അത് നമുക്ക് കാണൂലെന്നേ ഉള്ളൂ. ടെലസ്കോപ്പ് വെച്ചാൽ കാണാൻ പറ്റും, സാധനം ഉള്ളതാണ്. അതേപോലെ തന്നെ ഈ സംഗതികൾ നമുക്ക് കാണാൻ കഴിയില്ല എന്നേ ഉള്ളൂ. ഈ ജീവികൾ ഇവിടെ ഉണ്ട്, അത് ഖുർആൻ പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷ നേടാൻ അവരുടെ ഷെറുകൾ ഉണ്ടായാൽ എന്ത് ചെയ്യണം? ജാറത്ത് പോവുകയല്ല, ഏതെങ്കിലും ജാറ് മൂടാൻ പോവുകയല്ല, ഏലസ് കെട്ടുകയല്ല, ഐക്കല്ല് കെട്ടുകയല്ല, ഏതെങ്കിലും കുട്ടിച്ചേത്തൻ സേവ മഠത്തിലേക്ക് പോവുകയല്ല.
അല്ലെങ്കിൽ ഏതെങ്കിലും സിദ്ധന്മാരെ സമീപിക്കുകയല്ല. മറിച്ച് അത്തരം പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ആയത്തുൽ കുർസി ഓതണം, അതുപോലെ തന്നെ മുഅവ്വദതൈനി ഓതണം, അഥവാ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്, അങ്ങനെ ഒരുപാട് ദിക്റുകൾ, രാവിലെയും വൈകുന്നേരവും ഉള്ള ദിക്റുകൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നൊരാൾ രാവിലെ 100 തവണ ചൊല്ലിയാൽ 4 കാര്യങ്ങൾ അവന് കിട്ടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. 1, 10 അടിമകളെ മോചിപ്പിച്ച പുണ്യം കിട്ടും, 100 നന്മകൾ ചെയ്ത പുണ്യം കിട്ടും, 100 തിന്മകൾ മായ്ക്കപ്പെടും. പിന്നെ പറഞ്ഞത് എന്താ? അന്നത്തെ ദിവസം പൈശാചികമായ ഒരു ഉപദ്രവവും അവനേൽക്കുകയില്ല എന്നാണ്. അപ്പൊ ഈ പൈശാചികമായ ഉപദ്രവങ്ങൾ ഉണ്ടാകുമെന്നത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതാണ്. അതൊരിക്കലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായ വഴിയിലൂടെ സംഭവിക്കുന്നതല്ല, അത് കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിൽ വെച്ച് നടക്കുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, ഹദീസുകൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആ രീതിയിൽ അതിന് തീരുണ്ടാകും, സിഹറിന് ഫലമുണ്ടാകും എന്ന് വിശ്വസിക്കുമ്പോഴേക്ക് ഒരാളും ഇവിടെ അന്ധവിശ്വാസിയാകുന്നില്ല, അത് വിശ്വാസിയാവുകയാണ്. എന്താണ് ഈ വിശ്വാസം? എന്താണ് അന്ധവിശ്വാസം? വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്റെ ബുദ്ധിക്ക് പറ്റാത്തതൊക്കെ വിശ്വാസം എന്നല്ല, എനിക്ക് മനസ്സിലാകാത്തത് എനിക്ക് മനസ്സിലായതൊക്കെ വിശ്വാസം എന്നല്ല, മറിച്ച് ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട എല്ലാ വിശ്വാസങ്ങളും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസങ്ങളാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെടാത്ത എന്തെല്ലാം വിശ്വാസങ്ങളുണ്ടോ അതൊരു വിശ്വാസിക്ക് അന്ധവിശ്വാസമാണ്. എന്നാൽ ഇന്ന് വിശ്വാസത്തിന്റെ അന്ധവിശ്വാസത്തിന്റെയും റേഞ്ച് എന്താ, നിർവചനം എന്താ? ഞാൻ കേൾക്കാത്തതൊക്കെ അന്ധവിശ്വാസം, ഞാൻ പഠിക്കാത്തതൊക്കെ അന്ധവിശ്വാസം, എനിക്ക് മനസ്സിലാകാത്തതൊക്കെ അന്ധവിശ്വാസം. അത് അവനവൻ്റെ തകരാറാ. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ അധ്യാപകരില്ലേ, ഉദ്യോഗസ്ഥന്മാരില്ലേ, നിങ്ങളെ ഈ ശമ്പള പരിഷ്കരണോ മറ്റു സാധനമൊക്കെ വരുമ്പോൾ ഈ KSR അതുപോലുള്ള പിന്നെ കുറേ സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാ അധ്യാപകർക്കൊന്നും ഒരുപോലെ അറിയില്ല. കുറേ ആൾക്കാർക്ക് പിടുത്തുണ്ടാവില്ല. അതുപോലെ ഉദ്യോഗസ്ഥ നിയമങ്ങൾ അറിയാത്ത ആൾക്കാരുണ്ടാവും. നമുക്കതറിയില്ല എന്ന് വിചാരിച്ചെങ്ങാണ്ട് അതിലുള്ള കാര്യങ്ങൾ തെറ്റാന്ന് പറയാൻ പറ്റുമോ? അതുപോലെ ഖുർആനും സുന്നത്തും അത് മഹാപണ്ഡിതന്മാർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളാണ്. ഒരു ആയത്ത്, ഒരു സൂറത്ത് പോലും മനപ്പാടല്ലാത്ത മനുഷ്യന്മാർ, അതുപോലെ തന്നെ സ്വഹീഹായ ഒരു ഹദീസ് പോലും കാണാതെ പറയാൻ കഴിയാത്ത മനുഷ്യന്മാർ, ഹദീസിന്റെ ഗ്രന്ഥം കണ്ട അത് ഏത് ഗ്രന്ഥാണെന്ന് അറിയാൻ കഴിയാത്ത മനുഷ്യന്മാർ. എന്നിട്ട് ഈ വാട്സപ്പിൽ രാവിലെയും വൈകുന്നേരം ഇരുന്നുകൊണ്ട് അത് ശിർക്കാണ്, ഇത് തൗഹീദാണ്, അത് അന്ധവിശ്വാസമാണ്, ഇത് വിശ്വാസമാണെന്ന് ഇങ്ങനെ പറയാം. എന്നിട്ട് മഹാപണ്ഡിതന്മാരായ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ രചിച്ച അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞത് ഒന്നും ആർക്കും ബാധകല്ല. പറഞ്ഞ് അവസാനം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞതും ബാധകല്ല, അതേപോലെ തന്നെ അവസാനം കേരളത്തിലുള്ള കഴിഞ്ഞകാല മുജാഹിദ് പണ്ഡിതന്മാർ പറഞ്ഞതും രേഖയല്ല. ഇപ്പൊ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന 2-3 ആൾക്കാർ എന്തെങ്കിലും അതാണ് ഇപ്പൊ ശരി, വേറെയുള്ള ഒന്നും ശരിയല്ല എന്നുള്ള രൂപത്തേക്ക് വന്നാൽ ഇത്ര കുടുസാണോ ഇസ്ലാം? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ. ഞാൻ പറയണത് എന്താണെന്നറിയോ? ശരിയായ തൗഹീദുള്ള ഒരാൾക്ക് യാതൊരു ഭയം ഉണ്ടാവില്ല, അയാൾക്ക് സമ്പൂർണ്ണ നിർഭയത്തെ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇതൊന്നും ഇല്ല എന്നാണ് വിശ്വസിച്ചാൽ, ചില ആൾക്കാർ അങ്ങനെ പറയുന്നത്, ഇതൊന്നും ഇല്ല എന്നാണ് വിശ്വസിച്ചാൽ സമാധാനമായി. എന്നാ ഞാൻ പറയട്ടെ, ഈ പിശാചുമായും ജിന്നുമായും ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്തിനാ അപ്പോൾ അതിങ്ങനെ പറയണത്? അതൊന്നും നമ്മൾ പറയാതെന്നാലും കഴിച്ചിലായി പോവില്ലേ അല്ലേ? അതിങ്ങനെ ബാധിക്കും, അതിന് ഇതുണ്ടാവും എന്നൊക്കെ പറയണത് എന്തിനാ? അവർക്ക് അന്ധവിശ്വാസമാവൂലേ? ആരെ വിചാരിച്ചിട്ട് അതൊക്കെ പറയണത് അറിയോ? ഖുർആനിലൊക്കെ ഉണ്ടാവും, ഹദീസിലൊക്കെ ഉണ്ടാവും, ഒരു പക്ഷെ ഉണ്ടാവും. പക്ഷെ അത് പറഞ്ഞാൽ അവിടെ അന്ധവിശ്വാസമായിട്ട് ആൾക്കാർക്ക് തോന്നുന്നുള്ളൂ. ആർക്കായി തോന്നുന്നത്? ഇവിടുത്തെ പൊതുസമൂഹത്തിന് തോന്നുന്ന അറിയണം. ഈ പൊതുസമൂഹത്തിന്റെ മാനദണ്ഡം വെച്ചാൽ നിൽക്കുകയാണെങ്കിൽ എഴുതി വെച്ചോ, നിങ്ങൾ ആരെയാണോ ഭയപ്പെടുന്നത് ആ ആൾക്കാരോട് നിങ്ങളൊന്ന് സ്വകാര്യമായിട്ട് ചോദിച്ചു നോക്കി, ജിന്നുണ്ട് എന്നുള്ളത് അവർ വിശ്വസിക്കുന്നുണ്ടോ? അവർക്ക് അതും വിശ്വാസം ഉണ്ടാവില്ല. അങ്ങനെ ഒരു വിഭാഗം ഇവിടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിന് അവർക്ക് ഉണ്ടാവില്ല. അപ്പൊ അവരുടെ കയ്യടി കിട്ടണമെങ്കിൽ എന്തും കൂടി നിഷേധിക്കണം, ഈ സംഗതി ഉണ്ട് എന്നുള്ളതും അവിശ്വസിക്കണം, അതും കൂടി നല്ലണം. അപ്പൊ അവർക്ക് വേണ്ടി നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജിന്നല്ല എന്ന് പറയേണ്ടി വരും. നല്ലോണം ഓർത്തോളൂ ഈ പോക്കെ എടുക്കാൻ പോകണത് എന്നുള്ളത്. ഇനി കുറച്ചുകൂടി അപ്പുറത്തേക്ക് ഇതേ ആൾക്കാരോട് ഒന്നുകൂടി നിങ്ങൾ അന്വേഷിച്ച് നോക്കി, ഇത് ഞങ്ങളെ ഖുർആനിലും ഹദീസിലും ഒക്കെ ഉള്ളതാണ്, ഈ ജിന്ന് ശൈത്താനൊക്കെ ഉണ്ട് എന്നൊക്കെ, ജിന്ന് നല്ല അധ്യായം തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവരെന്താ പറയുക? ഇനി ഈ ഖുർആനൊക്കെ ആരോ എഴുതിണ്ടാക്കിയെന്ന് പറയും, ഖുർആനിൽ തന്നെ വിശ്വസിക്കുന്നുണ്ടാവില്ല അവർ. അപ്പൊ അവരെ തൃപ്തിപ്പെടുത്താനാണെങ്കിൽ നിങ്ങൾ ഖുർആനും തള്ളേണ്ടി വരും. പിന്നെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിയമം കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്, നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ നിയമം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെടുന്ന ആൾക്കാരില്ലേ,
അവരിൽ മഹാഭൂരിപക്ഷത്തിന് വിശ്വാസം എന്താ അറിയോ? മതം തന്നെ അന്ധവിശ്വാസമാണ്, ദൈവം തന്നെ ഇല്ല എന്നാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നത് തന്നെ അന്ധവിശ്വാസമാണെന്ന് എന്ത് ചെയ്യുന്നത് ഇവരൊക്കെ വിശ്വസിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അന്ധവിശ്വാസത്തിന് നിയമം കൊണ്ടുവരണം, ദൈവം തന്നെ ഇല്ല, ദൈവം ഉണ്ട് അറിയണതിന് അന്ധവിശ്വാസക്കാരം. ഒന്നാലോചിച്ച് നോക്കി. അപ്പൊ ഇതൊന്നും അങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല. അപ്പൊ ഇവരുടെ കയ്യടി കിട്ടാൻ വേണ്ടി അവർക്ക് എന്ത് തോന്നുന്നു വിചാരിച്ചുകൊണ്ട് നമ്മളെ വിശ്വാസങ്ങളും ആദർശങ്ങളും ചാഞ്ഞും ചെരിഞ്ഞും കൊണ്ടുപോയാൽ അവസാനം ദൈവ നിഷേധിയായി മാറുന്നിടത്തേക്കാണ് ഈ പോക്ക്. അതാണ് മതനിരാസത്തേക്ക് മനുഷ്യനെത്തും എന്ന് പറയുന്നത്. ഇത് ചെറിയ വിഷയമല്ല സുഹൃത്തുക്കളെ. ഒരു ഭാഗത്ത് ഈ മതനിരാസത്തിന് വേണ്ടി പണി ഇങ്ങനെ ആൾക്കാർ എടുക്കുക, മറുഭാഗത്ത് ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരനെ എന്ത് ചെയ്യുക, ആ ഹദീസ് എടുക്കണ്ട, ഈ ആയത്തിന് അങ്ങനെ വിശദീകരിക്കണ്ട, അതങ്ങനെ പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിന് വടി കൊടുക്കുകയും ചെയ്യുക. ഇത് എവിടേക്ക് എത്തുക? നമ്മളെ വീട്ടിൽ ഈ ചിന്താഗതി പ്രചരിപ്പിക്കുന്ന ആളുകൾ നല്ലോണം ശ്രദ്ധിച്ചോളി. നമ്മളെ വീട്ടിൽ നമ്മുടെ മക്കളെ അടക്കം മതനിരാസത്തിലേക്ക് പോകുന്ന കാലം അതിവിദൂരമല്ല ഈ പോക്ക് പോയാൽ. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ സുഹൃത്തുക്കളെ. അള്ളി റസൂൽ ഒരു കാര്യം പറഞ്ഞത് അംഗീകരിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്വഭാവമല്ലേ സുഹൃത്തുക്കളെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. ബുദ്ധിക്ക് സ്ഥാനമല്ല ഇസ്ലാമിൽ. നിങ്ങൾ ഈ ബുദ്ധി വെച്ചെങ്ങാണ്ടും കൂടി ആലോചിക്കണ്ടേ? ഒരു ബുദ്ധിക്കൊന്നും സ്ഥാനമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ പോയാൽ എങ്ങനെ? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ആരാ ബുദ്ധിക്ക് സ്ഥാനമല്ല എന്ന് പറഞ്ഞത്? ബുദ്ധിക്ക് ഇസ്ലാമിൽ സ്ഥാനമുണ്ട്. ഖുർആനിനെ പറ്റി ചിന്തിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ ആവശ്യപ്പെടുന്നത്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ് എന്നാണ്. ഈ വിശുദ്ധ ഖുർആൻ ഇത് നാമാണ് നിനക്ക് അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ്, അത് അനുഗ്രഹമാണ്. ലിയദ്ദബ്ബറു ആയാതിഹി, ഈ ആയത്തിനെ കുറിച്ച് നിങ്ങൾ ഉറ്റാലോചിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുപോലെ തന്നെ ഈ സൃഷ്ടി പ്രപഞ്ചത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം എന്ന് പറയുന്നുണ്ട്. മുൻകഴിഞ്ഞു പോയ സമുദായത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ചിന്തക്കും ബുദ്ധിക്കും ഇസ്ലാം എതിരല്ല. പക്ഷെ എന്താ അറിയോ, എല്ലാം ബുദ്ധിയാണ്, അവസാന വാക്ക് ബുദ്ധിയാണ് എന്നുള്ള വിശ്വാസം ഇസ്ലാമിലില്ല. എന്താ ഖുർആൻ പറഞ്ഞത്? വയസ്അലൂനക അനിർ റൂഹ്, ആത്മാവിനെ പറ്റി ചോദിക്കുന്നു. കുലിർ റൂഹ്, പറയുക ആത്മാവെന്ന് പറഞ്ഞാൽ മിൻ അംരി റബ്ബി, എൻ്റെ റബ്ബിങ്കൽ നിന്നുള്ളതാകുന്നു അതിൻ്റെ കാര്യം. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ, എൻ്റെ അറിവിൽ നിന്ന് വളരെ കുറച്ചല്ലാതെ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടില്ല. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള വിവരമൊന്നും നമ്മളെ ബുദ്ധി കൊണ്ട് ആലോചിച്ചുണ്ടാക്കാൻ എന്ത് ചെയ്യില്ല, കഴിയില്ല. കാരണം എന്താ അറിയോ, എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കണേ. നമുക്ക് മനുഷ്യന്മാർക്കുള്ള വിവരം കിട്ടുക എങ്ങനെയാണ്? പഞ്ചേന്ദ്രിയങ്ങളിലൂടെ മാത്രമാണ്. കണ്ണ്, കാത്, ത്വക്ക്, നാക്ക്, മൂക്ക്, അല്ലേ? ഇതിലൂടെ കിട്ടുന്ന വിവരം നമുക്ക് കിട്ടുള്ളൂ. ഇപ്പം ഞാൻ ഇവിടുന്ന് ഇപ്പം സംസാരിക്കുന്ന സൗണ്ട് ഈ മൈക്കല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമോ? മൈക്ക് ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പരിധിയില്ലേ? അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ ചെവി കൊണ്ട് കേൾക്കാൻ കഴിയില്ല, കാണാൻ കഴിയില്ല. അപ്പം നമുക്ക് പരിമിതി ഉണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന വിവരങ്ങൾക്ക് പരിമിതി ഉണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കൊന്നുണ്ടാവും പരിമിതി ഉണ്ടാവും, ഉറപ്പല്ലേ? അതിൽ സംശയിക്കേണ്ട യാതൊരു കാര്യമില്ല. എല്ലാതും സയൻസാണ് ഇപ്പോൾ എന്നാണ്, ശാസ്ത്രമാണ് എന്നാണ്. എന്നാൽ ശ്രദ്ധിക്കുക, ശാസ്ത്രം വർക്ക് ചെയ്യുന്നത് 3 രീതിയിലാണ്. ഒന്ന് റിട്രാക്ഷനാണ്, അഥവാ വിഡ്രോവലാണ്, അഥവാ പിൻവലിക്കലാണ്. കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കും, അതിൽ മഹാഭൂരിപക്ഷം സാധനം എന്ത് ചെയ്യും, ഇങ്ങോട്ട് പിൻവലിക്കും. പ്ലൂട്ടോ 9ാമത്തതാണ് എന്ന ആ കാഴ്ചപ്പാട് ഇപ്പോൾ പിൻവലിച്ചു. ഒരു വർഷം 1 മില്യൺ കണ്ടുപിടുത്തം നടക്കുന്നുണ്ട്, എന്നാൽ അതിൽ നിന്ന് എത്രയോ പിൻവലിച്ചു പോകുന്നുണ്ട്. രണ്ടാമത് അമെൻമെന്റുകളാണ്, അഥവാ കറപ്ഷനുകളാണ്. എന്താ, പീരിയോഡിക് ടേബിൾ ആദ്യം ഇത്ര ഉണ്ടായിരുന്നില്ല, 118ആയി, ഇനിയും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ അമെൻമെന്റുകൾ ശാസ്ത്രത്തിൽ നടക്കുന്നുണ്ട്. മൂന്നാമത്തത് അഡ്വാൻസ്മെന്റ് ആണ്, അഥവാ ഇന്നോവേഷനുകളാണ്, അഥവാ പുതിയ കണ്ടുപിടുത്തങ്ങളാണ്. അപ്പോൾ മൂന്നാമത്തെ കുറച്ച് ഭാഗം മാത്രമാണ് കണ്ടുപിടിച്ചിട്ട് നിലനിർത്തുന്നുള്ളൂ. ബാക്കി ഒന്നുകിൽ പിൻവലിക്കുകയോ തിരുത്തുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് തിരുത്തും പിൻവലിക്കുകയും ചെയ്യേണ്ടിയിരുന്നത്? മനുഷ്യന്റെ പരിമിതി കൊണ്ടാണ്. മനസ്സിലാക്കണം, ആ പരിമിതി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ സയൻസ് എന്നാൽ ഇന്നോവേഷൻ മാത്രമാണ്. അവർ കണ്ടുപിടിച്ചോക്കെ അവസാന വാക്കാന്ന് ആരും വിചാരിക്കണ്ട. കാരണം ശാസ്ത്രം തിരുത്തിയ കാര്യങ്ങളുണ്ട്. ഭൂമിയാണ് നടുവിൽ എന്ന ടോളമിയുടെ വാദം കെപ്ലറും ഗലീലിയോയും തിരുത്തി. ഇപ്പോൾ മിൽക്കി വേ എന്ന കാഴ്ചപ്പാടും വികസിച്ചു വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആറ്റമാണ് ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ എന്നത് മാറി പ്ലൂട്ടോണും ഇലക്ട്രോണും ഒക്കെ ന്യൂട്രോണും ഒക്കെയായി മാറി. ഇപ്പോൾ കോർക്കുകളായി, അതും ആന്റി കോർക്കായി, അതും ഡിവൈഡ് ചെയ്യുമെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ അർത്ഥം? കാലം മാറുന്നതിനനുസരിച്ച് ഇതൊക്കെ മാറുന്നുണ്ട്. അപ്പൊ അതാണ് ആത്യന്തികം എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പിന്നാലെ പോണ്ട. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പരിമിതികളാണ് സുഹൃത്തുക്കളെ. ഇതിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ്. അതുകൊണ്ട് എൻ്റെ ബുദ്ധിയാണ് വലിയ ബുദ്ധി എന്ന് വിചാരിക്കേണ്ട. അത് വ്യത്യാസം ഉണ്ടാവും.
അതിൽ മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ഒരു മനുഷ്യൻ്റെ ശരിക്കുള്ള ബുദ്ധി എന്ന് പറയുന്നത് എന്താ അറിയോ? അള്ളാഹു റസൂൽ ഒരു കാര്യം ഖുർആനിലും ഹദീസിലും പറഞ്ഞാൽ അത് വിശ്വസിക്കലാണ് ശരിക്കുള്ള ബുദ്ധി. മനസ്സിലായോ? ഞാൻ ഒരു ഒറ്റ എക്സാമ്പിൾ പറയാം, വളരെ ലളിതമായിട്ട്, എന്നിട്ട് നമ്മളെ പ്രസംഗത്തിൻ്റെ അവസാനത്തേക്ക് പോകാം ഇൻഷാ അല്ലാഹ്. എന്താണെന്നറിയോ? ഇപ്പം നമ്മൾ ഒരു അസുഖം ഉണ്ടായി, ഒരു വേദന വന്നു, നമ്മൾ ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ കുറച്ച് സീരിയസ് ആണ് വിഷയം, ഒരു വിദഗ്ധനായ ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർക്ക് എഴുത്ത് തന്നു. നമ്മൾ അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, ടെസ്റ്റൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, അടിയന്തരമായി നിങ്ങളൊരു മേജർ സർജറിക്ക് വിധേയനാകണം, ഇല്ലെങ്കിൽ വളരെ പ്രശ്നമാണ്, അത് ഇന്ന ദിവസം നടത്തും വേണം. അപ്പോൾ നമ്മളിത് കേട്ടപ്പോൾ ഷോക്കായി. അങ്ങനെ നമ്മളോട് ഇറങ്ങി പോന്നു. നമ്മളെന്താ ചെയ്യുക? നമ്മൾ ബുദ്ധി ഉപയോഗിക്കും അല്ലേ? എങ്ങനെ? ഇതിനേക്കാളും വേറെ ഡോക്ടർമാരുണ്ടോ നോക്കും. അതുപോലെ സെക്കൻഡ് ഒപ്പീനിയൻ വാങ്ങാൻ വേണ്ടി ഇഷ്ടംപോലെ ഡോക്ടർമാരെടുത്ത് കൂടി നമ്മൾ പോകും. നമ്മളെ കുടുംബത്തിലുള്ള ഡോക്ടർമാരായിട്ട് നമ്മൾ സംസാരിക്കും. ഇതൊക്കെ നമ്മളെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ ചെല്ലുന്നിടത്തുനിന്നൊക്കെ അവർ പറയണത്, ഈ കടലാസൻ കാണുന്നതോടുകൂടി ഇന്ന് കേരളത്തിൽ ഈ വിഷയത്തിൽ ഏറ്റവും വിദഗ്ധനായ ഡോക്ടറാണ് നിങ്ങളിപ്പോൾ ആദ്യം കണ്ട ഡോക്ടർ. അയാൾ ആ പറഞ്ഞതിനാണ് ഇതിനുള്ള ചികിത്സ, വേറൊരു ചികിത്സയില്ല, അത് അടിയന്തരമായിട്ട് ചെയ്യണം, എല്ലാവരും ഏകകണ്ഠമായി പറഞ്ഞു. അപ്പോൾ അവസാനം നമ്മൾ എന്ത് ചെയ്തു? അയാളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോയി. എന്നിട്ട് പറഞ്ഞു, എന്നാൽ അടിയന്തരമായിട്ട് വേഗം ചെയ്തോളി എന്ന് പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റ് ചെയ്ത് നമ്മളെ സ്ട്രക്ചറിലൊക്കെ കടത്തി ഓപ്പറേഷൻ തിയേറ്റർക്ക് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഇനി അനസ്തേഷ്യ തരും, അപ്പോൾ നിങ്ങൾ ബോധം കെടും. അപ്പോൾ നമ്മൾ ചോദിക്കണം, എന്താണ് അനസ്തേഷ്യ, എന്തിനാണ് ബോധം കെടുത്തുന്നത്? അത് എനിക്ക് എൻ്റെ ബുദ്ധിക്ക് മനസ്സിലായിട്ടില്ല, പറഞ്ഞു തരും. അതിൻ്റെ ശാസ്ത്രം എന്താ ചോദിക്കലുണ്ട്? നമ്മൾ ചോദിക്കലുണ്ടോ? നിങ്ങൾ പറയും. നമ്മളാണ് കിടന്നാണ് കൊടുക്കുക ചെയ്യുക അല്ലേ? ഇനി ഡോക്ടർ എന്താ വെച്ചാൽ ചെയ്തോട്ടെ അറിയും. ഒരു അഭിപ്രായം അവിടെ പറയാൻ പോകില്ല. എന്നിട്ടോ 5 മണിക്കൂർ 6 മണിക്കൂർ സർജറി. അത് കഴിഞ്ഞ് അതിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ കുടുംബങ്ങളെ നിങ്ങളെ വിളിച്ചു ചോദിക്കുക, എന്തായി നമ്മളൊക്കെ മറുപടി പറയാം, നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിച്ചാലോ, ഡോക്ടർ പുറത്തു വന്നു, ഡോക്ടർ പറഞ്ഞതിപ്പോ നമ്മളെ ബുദ്ധിയല്ല, ഡോക്ടർ പറഞ്ഞതിപ്പോൾ കുഴപ്പമില്ല എന്നാണ്, പക്ഷെ ഒരു കുറച്ച് ദിവസം എന്തെങ്കിലും ICUവിൽ കഴിയണം, ഇപ്പോൾ വെള്ളം കൊടുക്കാൻ പാടില്ല എന്നാണ്. നമ്മൾ ചോദിക്കും, എന്താ വെള്ളം കൊടുക്കാൻ പാടില്ലാത്തത്? എന്താ അതിൻ്റെ യുക്തി എന്താ, അതിൻ്റെ ബുദ്ധി എന്താ, പിന്നെ മരുന്നേതാ, ഈ മരുന്ന് എന്തിനുള്ള? നമ്മളാരും ചോദിക്കാൻ പോകില്ല. നമ്മൾ അതുകൊണ്ട് നമ്മളെ ബുദ്ധിയും അന്വേഷണം ഒക്കെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ അവസാനം ആരിൽ എത്തി? ഈ ഡോക്ടറിൽ എത്തി. എന്നാ ഓർത്തു വെച്ചോ, ആ ഡോക്ടർക്ക് തെറ്റ് പറ്റാൻ സാധ്യതയുള്ള ഡോക്ടറാണ്, എത്ര വിദഗ്ധനാണെങ്കിലും. എന്നിട്ട് പോലും സ്വന്തം ജീവൻ അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ ടേബിളിൽ മലർന്ന് കിടന്നു കൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ ഇതിന്റെ അത്രയൊന്നും വേണ്ട സുഹൃത്തുക്കളെ. എന്താ നിങ്ങൾ അള്ളാഹിനെ പറ്റി വിചാരിച്ച്? എന്താ പടച്ചോനെ കുറിച്ച് വിചാരിച്ച്? അള്ള ഈ ഭൂമിയിൽ നടക്കുന്നതും നടക്കാനിരിക്കുന്നതും കഴിഞ്ഞ കാലവും വർത്തമാനകാലവും ഭാവിയും അങ്ങനെ ഒരു കാലഭേദമില്ലാതെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, അണ്ടകടാഹത്തെയും പരിപാലിക്കുന്ന പടച്ച തമ്പുരാൻ, ആ അള്ളാഹു ഇറക്കിയ വിശുദ്ധ ഖുർആൻ, ആ അള്ളാഹു അയച്ചിരിക്കുന്ന പ്രവാചകൻ, ആ പ്രവാചകനിൽ നമ്മൾ വിശ്വസിച്ചു. എന്ത്? ഒരല്ലുണ്ട്, ഈ ഖുർആൻ സത്യമാണ്, പ്രവാചകൻ സത്യമാണ്. അങ്ങനെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് നമ്മൾ അങ്ങോട്ട് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നമ്മളെ ബുദ്ധി നമ്മളോട് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രസംഗം നമ്മൾ കേട്ടു നോക്കിയിട്ടുണ്ട്, ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, തേനീസിനെ കുറിച്ച് നമ്മൾ അന്വേഷിച്ച് നോക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്തതാ. എന്നിട്ട് നമ്മൾ അവസാനം എത്തിയതാണ് എന്ത്? ഇതിന്റെ പിന്നിൽ ആരുണ്ട്? ഒരു സ്രഷ്ടാവുണ്ട്. ആ അള്ളാഹ് ഇറക്കിയതാണ് ഈ ഖുർആൻ. അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഖുർആനിൽ പറയുന്നത് ഇന്റെ ബുദ്ധിക്ക് പറ്റണില്ല എന്ന് പറയാൻ പാടില്ല. മനസ്സിലായി പറഞ്ഞത്? പിന്നെ ആ ഖുർആനിലുള്ള ആയത്ത്, ആ സ്വഹീഹായ ഹദീസിൽ വന്ന സംഭവം അത് ഇന്റെ ബുദ്ധിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞാൽ ആരെയാണ് ഈ വെല്ലുവിളിക്കണത്? നേരത്തെ പറഞ്ഞ ഡോക്ടറോട് നമ്മൾ ചോദിക്കണില്ല, തെറ്റുപറ്റാൻ സാധ്യതയുള്ള ഡോക്ടറോട് നമ്മൾ ചോദിക്കണില്ല. ഒരു തെറ്റും പറ്റില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഈ റബ്ബുൽ ആലമീൻ ഇറക്കിയ ഈ വിശുദ്ധ ഖുർആനിൽ വന്ന ആയത്ത് എന്റെ ബുദ്ധിക്ക് പറ്റില്ലെന്ന് പറയാൻ ആരെയാണ് നമ്മൾ വെല്ലുവിളിക്കുന്നത്? ഞാൻ അല്പം വൈകാരികമായി സംസാരിക്കുന്നത് എന്താണെന്നറിയോ? ചില ആൾക്കാർ ഇന്റെ ബുദ്ധി എന്ന് പറഞ്ഞിട്ട് നടക്കുക. ഇത് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ബുദ്ധിക്ക് ഇസ്ലാമിൽ സ്ഥാനമുണ്ട് എന്ന് അംഗീകരിക്കണില്ല എന്ന് പറയാം. ആര് പറഞ്ഞു? അംഗീകരിക്കുന്നുണ്ട്, അത് എവിടെ വേർതിരിയണു എന്നുള്ള ബോധം വേണം നമുക്ക് നല്ലോണം. എന്താ ഈ പറയണത്? പക്ഷെ നമ്മളെ ബുദ്ധിനെ അത്ഭുതപ്പെടുത്തുന്ന ചില സംഗതികൾ ഖുർആനിൽ ഉണ്ടാവാം. ഉദാഹരണം പറയാം,
നരകത്തിന്റെ അടിയിൽ നിന്ന് മുളച്ചു വരുന്ന ഒരു മരമുണ്ട് എന്നത് വിശുദ്ധ ഖുർആനിലുള്ള ആയത്താ. പ്രത്യക്ഷ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അത് അംഗീകരിക്കാൻ കഴിയൂ. കാരണം എന്താ, മരം എങ്ങനെയാണ് തീയിൽ മുളച്ചു വരിക? പക്ഷേ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലും നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്താ, ഇബ്രാഹിം നബിനെ തീയിലിട്ടപ്പോൾ ഇബ്രാഹിം നബി കരിഞ്ഞില്ലല്ലോ. എന്ത് സംഭവം? തീയിന് കരിയുക എന്ന സ്വഭാവം കൊടുത്തത് ആരാ? അള്ളയാണ്. ആ അള്ളാഹ്ക്ക് അതിന് തണുക്കാനുള്ള സ്വഭാവം കൊടുക്കാൻ പറ്റും. അതേമാതിരി ഈ ലോകത്തെ അവസ്ഥ അല്ലതാണ് നരകത്തിൽ ഉണ്ടാകുക. അതങ്ങനെ വിശ്വസിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ അത്ഭുതപ്പെടുത്തിയേക്കാം. യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങി എന്നുള്ളത് ഖുർആനിലുള്ളതാ, ഹദീസിലുള്ളതല്ല. നമ്മളെ ബുദ്ധി കൊണ്ട് എങ്ങനെ അംഗീകരിക്കുക? കാരണം മത്സ്യത്തിന്റെ ഉള്ളിൽ പെട്ടിട്ട് ശ്വാസം മുട്ടി മരിച്ചില്ല, പിന്നെ വന്ന് എന്തു ജീവനുണ്ടായി. അത് അള്ളാഹ്ക്ക് കഴിയും. എന്താ പ്രശ്നം? സുഹൃത്തുക്കളെ, ഇതുപോലെ ഹദീസുകൾ, സ്വഹീഹായ ഹദീസുകളിൽ അല്ലേ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്നു ആൾക്കാർ, എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ മനസ്സിലായില്ലേ, ഈ വിശ്വസിക്കുന്ന പ്രവാചകന് ബുദ്ധിയില്ല, മാരണക്കാരനാണ്, കുഴപ്പക്കാരനാണ്, എന്തൊക്കെയോ പിച്ചിയും പേയും പറയുന്ന ആൾക്കാർ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇന്നലെ രാത്രി അദ്ദേഹം ഇവിടുന്ന് ബൈത്തുൽ മുഖദ്ദസിൽ പോയി, അവിടുന്ന് ആകാശത്ത് പോയി വന്നു എന്നാ പറയണത്. അത് ഇപ്പം മനസ്സിലായില്ലേ? ഇപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു ബുദ്ധിക്ക് പ്രശ്നമുണ്ട്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു ചോദിച്ചാൽ എന്താ അറിയോ, എൻ്റെ മുത്തുനബി അങ്ങനെ പറഞ്ഞോ എന്നാ ചോദിച്ച്. ആ നബി പറഞ്ഞു എന്ന് പറഞ്ഞു. നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബൂബക്കർ ഇതാ അത് വിശ്വസിച്ചിരിക്കുന്നു. അന്ന് മുതലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അബൂബക്കർ സിദ്ദീഖ്, സത്യപ്പെടുത്തിയവൻ എന്ന പേര് കിട്ടിയത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഗവേഷണം ചെയ്ത് അത് ലാബിൽ കൊണ്ടുപോയി നോക്കിയിട്ടേ അംഗീകരിക്കുള്ളൂ എന്നുള്ള വിശ്വാസം മുസ്ലിങ്ങൾക്ക് പാടില്ല. സംസം വെള്ളത്തിന് മഹത്വമുണ്ട് എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞാൽ ഉണ്ട്, ഇനി അതാരും പരിശോധിച്ചു കണ്ട് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. തേനിന് മഹത്വമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂൽ പറഞ്ഞാൽ അത് മതി മുസ്ലിമീങ്ങൾക്ക്, പിന്നെ ഒരാളത് പരിശോധിക്കേണ്ട കാര്യമില്ല. ഒരു ഈച്ചയുടെ ചിറകിൽ അവിടെ അതിന് അസുഖമുണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് മറ്റേ ചിറകിലുണ്ടെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി. പിന്നെ ജർമ്മനിയിലുള്ള പ്രാണിശാസ്ത്രജ്ഞന്മാര് അത് അന്വേഷിച്ച് ശാസ്ത്രീയമായി തെളിയിക്കുന്നത് വരെ ഒരു മുസ്ലിം അത് കാത്തിരിക്കുകയില്ല. ഇതിനല്ലേ മുസ്ലിം എന്ന് പറയാം? എന്നിട്ട് നമ്മളെ ബുദ്ധി എന്ന് പറഞ്ഞിട്ട് ശരിയല്ല സുഹൃത്തുക്കൾ. ഞാൻ അത് കുറച്ച് വൈകാരികമായി പറയുന്നത്, ആളുകളെ ഈ ദൈവ നിഷേധത്തിലേക്ക്, ഹദീസ് നിഷേധത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കണം. ഞാൻ ആരോടും എതിർപ്പുണ്ടായിട്ട് പറയില്ല. നിങ്ങൾ നല്ലോണം ആലോചിക്കണം, എവിടേക്കാണ് ഈ സമൂഹത്തിനെ കൊണ്ട്. അവനവൻ്റെ മക്കൾ നിരീശ്വരവാദമായിട്ട് കയറി വരുമ്പോൾ അന്ന് അറിയാം ഇതിൻ്റെ അവസ്ഥ എന്താ. പിന്നെ ഈ കുട്ടിയൊക്കെ ആയത്തിൻ്റെ ഹദീസിൻ്റെയും ഗൗരവം പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളൊക്കെ തന്നെ ഉണ്ടാക്കി കൊടുത്ത ദുർന്യായങ്ങൾ അവരിങ്ങോട്ട് തിരിച്ചു പറയും. പിന്നെ എങ്ങനെ നിൽക്കുക? അതുകൊണ്ട് നല്ലോണം ഓർത്തുള്ളൂ. ഈ വിഷയത്തിൽ ഗൗരവപൂർവ്വം നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ പരിസരത്ത് ആരെങ്കിലും ഇന്നെന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, ഈ കൊലപാതകങ്ങൾ ഇങ്ങനെ ആവർത്തിക്കണമല്ലോ പല രീതിയിലുള്ള. ആ കൊലപാതകങ്ങളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുന്ന രണ്ട് സംഗതിയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഒന്ന് ഈ പറഞ്ഞ അന്ധവിശ്വാസം, രണ്ടാമത്തത് എന്താ വെച്ചാൽ ലഹരിയാണ് അല്ലേ. അപ്പോൾ ആ ഉമ്മാനെ വെട്ടിക്കൊന്ന ചെറുപ്പക്കാരനെ കണ്ടില്ല നിങ്ങൾ? അവൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് അവനെ. ബാംഗ്ലൂരിൽ എന്തിനാണ് ഉണ്ടാക്കിയത്? ഡി അഡിഷൻ സെന്ററിൽ ലഹരിയിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി കൊണ്ടുപോയാക്കിയതാണ്. പക്ഷെ അതൊന്നും അവൻ ഏശിയില്ല. അവൻ വന്നിട്ട് അയൽപ്പക്കത്തു നിന്നൊരു വാക്കത്തി വാങ്ങി വീട്ടിലേക്ക് കയറിച്ച് സ്വന്തം ഉമ്മാനെ, ഉമ്മ കിടക്കണത് എങ്ങനെയാ അറിയോ, ട്യൂമർ ബാധിച്ച് ചികിത്സയിൽ കിടക്കണ ഉമ്മയാണ്. ആ ഉമ്മാനെയാണ് വെട്ടിക്കൊന്നത്. ഇത് ഉട്ടോപ്പിയ പറയല്ലോ, സങ്കല്പല്ല, നമ്മുടെ നാട്ടിൽ സംഭവിച്ചതാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ടെങ്കിലും ഒരു കുറ്റബോധമുണ്ടോ? കുറ്റബോധമല്ല. നിങ്ങൾ അവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പറയുന്നത് കേട്ടില്ലേ? എന്താ അവസ്ഥ? ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ നാട്ടിൽ നടക്കുന്ന എവിടെയൊക്കെ എവിടെയൊക്കെ കൊലപാതകങ്ങളും പ്രശ്നങ്ങളുണ്ടോ അതിന്റെ പിന്നിലൊരു വലിയ വില്ലനായി ഈ ലഹരി വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ടോ ഈ ലഹരി വർക്ക് ചെയ്യുമ്പോ ആ ലഹരിയെ ഇല്ലായ്മ ചെയ്യേണ്ട ഭരണകൂടം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? പാലക്കാട് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനിയും നമ്മുടെ നാട്ടിൽ മദ്യമുണ്ടാക്കുന്ന ഫാക്ടറിക്ക് സ്ഥലം അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. സ്ഥലം കണ്ടെത്തിയിരിക്കുകയാണ്. ഗുരുതരമല്ലേ വിഷയം? എന്നിട്ടോ അവിടെ ബ്രൂവറി ഉണ്ടാക്കി മദ്യമുണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമം. അതിനെ എതിർക്കൊണ്ടുന്ന പ്രതിപക്ഷം. പക്ഷേ പ്രതിപക്ഷത്തിന്റെ മാനദണ്ഡം എന്താ? അവിടെയുള്ള ആളുകൾക്ക് കുടിവെള്ളം കിട്ടിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. കുടിവെള്ളം മുട്ടിക്കാതെ, കുടിവെള്ളം ഉറപ്പുവരുത്തിക്കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, അവിടെ ഫാക്ടറി ഉണ്ടാക്കുക എന്നേ പ്രതിപക്ഷത്തിനും നിലപാടുള്ളൂ. ഞാൻ പ്രതിപക്ഷ കക്ഷികളോട് പറയുന്നു, എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് വെച്ച നയം അനുസരിച്ചുകൊണ്ട് ഈ നിലപാട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുക? എന്താ നയം? UDFന്റെ നയം എന്താ? മദ്യനിരോധനമാണ് നയം. മദ്യം നിരോധിക്കണമെന്നതാണ് നയം.
ആന്റണി സർക്കാരുള്ള സമയത്ത് ഒരു പ്രാവശ്യം നിരോധിച്ചു നോക്കിയിട്ടുണ്ട്. ആ നിരോധിക്കണമെന്ന നയമുള്ള ആളുകൾ ഇത് ഉണ്ടാക്കുവാൻ ഫാക്ടറിക്ക് ശുദ്ധജലത്തിന്റെ പ്രശ്നം പരിഹരിച്ചാൽ കുഴപ്പമില്ല എന്നുള്ള നിലപാടെടുക്കാൻ പാടുണ്ടോ? അത് ശുദ്ധജലം ഉണ്ടായാലും ഇല്ലെങ്കിലും ഇത് പാടില്ല എന്നുള്ള നിലപാട് എടുക്കണ്ടേ? LDFന്റെ നയം എന്താ? മദ്യവർജനം എന്നാണ്. അത് വെച്ചുകൊണ്ടും ഇത് ചെയ്യാൻ പാടില്ല. പക്ഷെ നയമൊക്കെ അവിടെ മാറ്റി വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പണിയേറ്റ് പോണത്. എന്നിട്ടോ ദിവസവും ആളുകളെ നെഞ്ച് കുത്തിക്കീറുക, അച്ഛൻ്റെ അമ്മൻ്റെ നെഞ്ച് കുത്തിക്കീറുക, മുഖം കുത്തിക്കീറുക. നേരത്തെ പറഞ്ഞ താമരശ്ശേരിയിൽ നടന്ന ഈ സംഭവത്തിന്റെ തൊട്ടടുത്ത ദിവസമാണ് തെക്കൻ കേരളത്തിൽ ഒരു ചെറുപ്പക്കാരൻ സ്വന്തം അച്ഛൻ്റെ മുഖത്ത് കത്തി കൊണ്ട് കുത്തിയത്. വീട്ടിൽ കഴിഞ്ഞുകൂടുന്ന മാതാപിതാക്കൾ പേടിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്. സാധാരണ മക്കളൊക്കെ രാത്രിയായ എൻ്റെ വീട്ടിൽ വരട്ടെ എന്നല്ല മാതാപിതാക്കൾ ആഗ്രഹിക്കുക. ഇന്ന് ചില മാതാപിതാക്കൾ ആഗ്രഹിക്കണവും പ്രാർത്ഥിക്കണമെന്ന് എന്താ അറിയോ? എൻ്റെ മകനൊന്ന് വരാതിരുന്നെങ്കിൽ എന്നാണ്. കാരണം വരുമ്പോൾ 4 കാലുമേ വരുന്നത്, 4 കാലുമേണ് കയറി വരുന്നത്. കയറി വന്നാൽ കാശ് ചോദിക്കണം. എന്തിന്? അവന് മദ്യം ഉപയോഗിക്കണം, അവന് ഹാഷ് ഉപയോഗിക്കണം, അവൻ MDMA ഉപയോഗിക്കണം. അവന് കാശില്ല, അപ്പൊ ഇവർ കൊടുക്കൂല. കൊടുക്കാതെ വരുമ്പോ കത്തി കൊണ്ട് വരിക, ഭീഷണിപ്പെടുത്തി എപ്പക്കുന്റെ പരിസരത്ത് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഈ ലഹരി ഉപയോഗിക്കുന്ന ഏതെങ്കിലും സഹോദരങ്ങളോ സുഹൃത്തുക്കളുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ഇന്നത്തോടു കൂടി നിങ്ങൾ അവസാനിപ്പിക്കണം. അത് നിങ്ങൾക്കും ഈ നാടിനും നാട്ടുകാർക്കും എല്ലാവർക്കും നാശമാണ്. യാതൊരു തർക്കമല്ല കാര്യത്തിൽ. കുറച്ചല്ലേ? കുറച്ചും പാടില്ല. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും പാടില്ല. എത്ര കുറച്ചാണെങ്കിലും അത് ഹറാമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല എല്ലാ തിന്മകളുടെയും മാതാവാണത്. മാത്രമല്ല പരലോകത്താകട്ടെ തീനത്തുൽ ഹബാൽ എന്ന് പറയുന്ന ഒരു ദ്രാവകത്തിൽ നിന്നാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുക. എന്താ തീനത്തുൽ ഹബാൽ എന്ന് പറഞ്ഞാൽ? നരകക്കാരൻ്റെ ചെലവും ചോരയും. ആ നരകക്കാരൻ്റെ ചെലവും ചോരയിൽ നിന്നും തിളച്ച വെള്ളമാണ് എന്ത് ചെയ്യുക? ഈ മദ്യപാനിയായി കടന്നുപോയ മനുഷ്യന് കുടിക്കാൻ കൊടുക്കുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മരിച്ചു ഒരാൾ പറഞ്ഞാൽ എന്താ അറിയോ? നാട്ടുകാർ മുഴുവൻ അയാൾ ഉപദേശിച്ചു കൊടുത്തു. അയാൾ അവസാനം പറഞ്ഞാൽ എന്താ? ആരും എന്നെ ഉപദേശിക്കണ്ട, ഞാൻ കുടിക്കും, ഞാൻ ഉപയോഗിക്കും, ഞാൻ വലിക്കും. അവസാനം ഒരു ബോട്ടിൽ വിഷത്തിന് കാശ് ബാക്കിയാകുന്നത് വരെ ഞാൻ ചെയ്യുന്നുണ്ട്. അവസാനം അത് കുടിച്ച് ഞാനാണ് മരിക്കുന്നു. പിന്നെ ധാരണ എന്താ അറിയോ? അങ്ങനെ ആത്മഹത്യ ചെയ്താൽ തീർന്നു ലോകം എന്നാ ഓർത്ത് വെച്ചോ. കബറിലാണ് കൊണ്ടുപോയി വെച്ച് നാട്ടുകാരെ കൊണ്ട് തിരിച്ചു പോകുന്ന രണ്ടാമത് അവിടെ ജീവൻ തരും. അത് കഴിഞ്ഞ് പരലോകത്ത് സൂറെന്ന കാഹളത്തിൽ ഊതുമ്പോൾ മനുഷ്യന്മാരൊക്കെ എഴുന്നേറ്റിന് വരും. സംശയിക്കൊന്നും വേണ്ട. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വാഹിബതിഹി വ ബനീഹി. അന്ന് മനുഷ്യന്മാരിങ്ങനെ ഓടുന്നതാണ്, നെട്ടോട്ടം ഓടുന്നതാണ്. ഭാര്യ ഭർത്താവിൽ നിന്ന്, വാപ്പ ഉമ്മയിൽ നിന്ന്, മക്കൾ മാതാപിതാക്കളിൽ നിന്ന്. എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ഒരു ഭാഗത്ത് നരകം, ഒരു ഭാഗത്ത് സ്വർഗം. ആ സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കും, പക്ഷെ പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് ചെയ്ത ഓരോ തിന്മയും സുഹൃത്തുക്കളെ നാളെ പരലോകത്ത് മറുപടി പറയേണ്ടി വരും. അവിടെ ആരും ഉണ്ടാവില്ല. യസ്ലൗനഹാ യൗമദ്ദീൻ, ആ ദിവസം മുതൽ കടന്ന് എരിയും മനുഷ്യന്. അതുകൊണ്ട് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. എനിക്ക് ഈ സമ്മേളനത്തിൽ വന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ? നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് വായിച്ച് ആനുകാലികമായി നടക്കുന്ന വിഷയങ്ങളെപ്പറ്റി ധാരണയുള്ളവരായി മുന്നോട്ട് പോകണം. അതിനാണ് നമ്മൾ നേർപ്പദം എന്ന് പറയുന്ന നമ്മുടെ ഒരു വാരികയുള്ളത്. അതിൻ്റെ പ്രചാരണ മാസം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വേദിയിൽ വന്ന് ആരെങ്കിലും അത് ചേരാത്തവരുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ മുഴുവൻ ചേരണം. അത് എന്നിട്ട് വായിക്കണം, നമ്മളെ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കണം. അപ്പോഴേ ആധുനികമായി നടക്കുന്ന എല്ലാ അപകടത്തിൻ്റെ ചുഴികളും മതനിരാസത്തിലേക്ക് നമ്മുടെ മക്കളെ കൂട്ടത്തോടുകൂടി തെളിച്ചു കൊണ്ടുപോകുന്ന അപകടത്തിൻ്റെ ചുഴികൾ വരച്ചു കാണിക്കുന്ന വാരികയുടെ പേരാണ് നേർപ്പദം എന്ന് പറയുന്നത്. അത് നട്ട് വരുത്താതിരിക്കുക, അത് വരുത്തിയാൽ തന്നെ അത് റാപ്പർ പൊട്ടിക്കാതിരിക്കുക. പിന്നെ എങ്ങനെ നമ്മളെ മക്കൾ നേരാവുക? എങ്ങനെ നമ്മളെ ജീവിതം നമ്മൾ ശരിപ്പെടുത്തി കൊണ്ടുപോവുക? ഈ അധർമ്മത്തിന്റെ വേലിയേറ്റം നമ്മുടെ ചുറ്റും ആഞ്ഞടിച്ച് വീശുമ്പോ അതിൽ നമ്മൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ, അതിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ ഇതുപോലെയുള്ള തുരുത്തുകൾ നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് വായന വളരെ പ്രധാനമാണ്. നമ്മുടെ QHLSന്റെ ക്ലാസ് നടക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ സ്വാഗതത്തിലും മറ്റു പ്രസംഗത്തിലൊക്കെ പറഞ്ഞു. ആ ക്ലാസ്സിൽ പങ്കെടുക്കാത്തവർ ഉണ്ടാകാൻ പാടില്ല. ഒരാഴ്ചയിൽ ഒരിക്കൽ ഖുർആന്റെ മുമ്പിൽ പോയിരിക്കണം സുഹൃത്തുക്കൾ. ഇവിടെ തൊട്ടടുത്ത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പള്ളിയുണ്ട്. ആ പള്ളിയുമായി നമ്മൾ ബന്ധപ്പെടണം. ഖുതുബക്ക് നമ്മൾ നേരത്തെ എത്തണം. പീസ് റേഡിയോ ഏത് സമയത്തും നിങ്ങളെ ചെവിയിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ദീൻ 24 മണിക്കൂറും കേൾക്കാൻ പറ്റിയ ആ റേഡിയോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കണം. ഇൻഷാ അല്ലാഹ് മെയ് 11-ാം തീയതി നമ്മുടെ വിദ്യാർത്ഥി സമ്മേളനം പെരിന്തൽമണ്ണയിൽ നടക്കാനിരിക്കുകയാണ്. ഇപ്പൊ തീരുമാനിക്കുക. ഈ സദസ്സിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളും 8 മുതൽ ഡിഗ്രി, +2, അതുപോലെ തന്നെ അതിനപ്പുറത്തേക്ക് UG PG കോഴ്സുകൾക്കൊക്കെ പഠിക്കുന്ന
ആൺകുട്ടികളും പെൺകുട്ടികളും അന്നത്തെ ദിവസം വേറെ എല്ലാ തിരക്കൊണ്ട് ഒഴിവാക്കുക, എന്നിട്ട് ആ സമ്മേളനത്തിൽ പങ്കെടുക്കണം. രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ അനുജന്റെ മക്കൾ, നിങ്ങളുടെ ജ്യേഷ്ഠന്റെ മക്കൾ, നിങ്ങളുടെ പെണ്ണുങ്ങളുടെ മക്കൾ, നിങ്ങളുടെ അമ്മാവന്റെ മക്കൾ, നിങ്ങളുടെ കുടുംബത്തിലെ മക്കൾ, അവർക്കൊക്കെ ഈ മെസ്സേജ് നിങ്ങൾ എത്തിക്കണം. അത് നമ്മുടെ ഒരു ബാധ്യതയാണ്. നിങ്ങൾ വിചാരിക്കും ഞാൻ അത് പറയുമ്പോൾ അതിപ്പോൾ ഈ സംഘടനക്ക് ആളുണ്ടാക്കാനും സമ്മേളനത്തിൽ ആളുണ്ടാക്കാനും സംഘടന വളർത്താനൊക്കെ വേണ്ടി പറയണല്ലേ. വേണ്ട. പാലക്കാട് നിന്ന് ഈ പുതുപ്പള്ളി തെരുവിൽ നിന്ന് ഒരു കുട്ടി പോലും അങ്ങോട്ട് വന്നില്ല എങ്കിലും അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അവിടെ ജനസാഗരം തീർത്തുകൊണ്ട് ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലം എന്ന പ്രമേയവുമായി ആ സമ്മേളനം ഇൻഷാ അല്ലാഹ് അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നടക്കും. നമ്മൾ ആരും പോയിട്ടില്ലെങ്കിൽ നടക്കും. പിന്നെ എന്തിനാ നമ്മൾ പോകണമെന്ന് പറയണത് അറിയോ? അത് സംഘടനക്ക് വേണ്ടിയല്ല, അത് നമ്മുടെ മക്കളെ നമുക്ക് കിട്ടാൻ വേണ്ടി, നമ്മുടെ പെൺകുട്ടിയെ നമുക്ക് കിട്ടാൻ വേണ്ടി, അവൾ ഒളിച്ചോടാതിരിക്കാൻ വേണ്ടി, അവൻ മയക്കുമരുന്നിന് അടിമയാകാതിരിക്കാൻ വേണ്ടി, അവൻ അനാവശ്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി, അവൻ മതനിരാസത്തിന്റെ ചട്ടുളികളായി മാറാതിരിക്കാൻ വേണ്ടി, അതിനു വേണ്ടിയാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് ഈ ബോധം നമ്മൾ കൊടുക്കേണ്ടത്. നമ്മുടെ മക്കൾ നമ്മൾ ICUവിൽ കിടക്കുമ്പോൾ, പ്രായം കൊണ്ട് നമ്മൾ ICUവിൽ കിടക്കുമ്പോൾ, ചികിത്സയിൽ കിടക്കുമ്പോൾ അമേരിക്കയിൽ നിന്ന് വിളിച്ച് എനിക്ക് വരാൻ ലീവില്ല, ഞാൻ വേണമെങ്കിൽ കാശ് അയച്ചു തരാമെന്ന് പറയുന്ന മകനാകാൻ പാടില്ല നമ്മുടെ മകൻ. ആ മകൻ്റെ തലോടലേൽക്കാൻ നമുക്ക് കഴിയണം. എത്ര പ്രായമായാലും എൻ്റെ ഉപ്പയെ, എൻ്റെ ഉമ്മയെ ഞാൻ ബഹുമാനിക്കും, ഞാൻ ആദരിക്കും, അവരെ ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കില്ല. ഈ ചിന്ത ഉണ്ടാകണമെങ്കിൽ മതപരമായ ബോധം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് പരീക്ഷൻ്റെയും മറ്റ് കാരണം പറഞ്ഞിട്ട് ഈ ബോധം നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് സുഹൃത്തുക്കൾ. അതുകൊണ്ട് ആ സമ്മേളനത്തിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ എത്തിക്കണം. ഞാൻ അവസാനിപ്പിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച്, നമ്മളൊരു പരിപാടിക്ക് വേണ്ടിയുള്ള പരിപാടിയല്ല സുഹൃത്തുക്കളെ ഇത്. ഈ പാലക്കാട് പട്ടണം, പാലക്കാട് മണ്ഡലം ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് വേദിയായ സ്ഥലമാണ്. പാലക്കാട് സമ്മേളനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഈ കാരണവന്മാരൊക്കെ അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത ആളുകളാണ്. അതിൻ്റെയൊക്കെ പിന്മുറക്കാരാണ് നമ്മൾ. ഇവിടെ ഇനി ഒരുപാട് അധ്വാനിക്കാൻ നമുക്കുണ്ട്. ഈ ശിർക്കിനെതിരെ, ബിദ്അത്തിനെതിരെ, ഈ ലഹരിക്കെതിരെ, മതനിരാസത്തിനെതിരെ, പ്രമാണ നിഷേധത്തിനെതിരെ. അതുകൊണ്ട് ഒരിക്കലും ഉറങ്ങാതെ തളരാതെ ഈ പ്രവർത്തന ഗോധയിൽ അതിശക്തമായി നമുക്ക് കുതിക്കുവാൻ നമുക്ക് കഴിയണം. അതിനുള്ള ഒരു ദൃഢപ്രതിജ്ഞ നമ്മൾ എടുക്കണം. അതിന് കുട്ടികൾക്കിടയിൽ ബാലവേദിയുണ്ട്, അതുപോലെ തന്നെ വിസ്ഡം സ്റ്റുഡൻസ് ഉണ്ട്, വിസ്ഡം ഗേൾസ് ഉണ്ട്, സ്ത്രീകൾക്ക് ലേഡീസിന് പ്രത്യേക വിങ്ങുണ്ട്, അതുപോലെ മുതിർന്നവർക്കുണ്ട്. ഇതൊക്കെ കൂട്ടായി ഒത്തുപിടിച്ച് ഒരു മനസ്സോടുകൂടി ഒരു മെയ്യായി നമുക്ക് മുന്നോട്ട് പോകണം. അതിനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലായി പരിഗണിച്ച് തക്കതായ പ്രതിഫലം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു സമ്പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, നാട്ടുകാർ, പണ്ഡിതന്മാർ, അവർക്കൊക്കെ അല്ലാഹു അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിൽ പ്രാരാബ്ധം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, വിദേശത്ത് നിന്ന് ജോലി നഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഇനിയും ഒരു മഴീശത്ത് തുറന്നു കിട്ടാത്ത ഒരുപാട് ആളുകൾ, സുഹൃത്തുക്കൾ, യുവാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ അല്ലാഹു മഴീശത്തിനുള്ള ഒരു വഴി തുറന്നു കൊടുക്കുമാറാകട്ടെ. കുടുംബത്തിൽ സമാധാനമില്ലാതെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്, ഉമ്മമാരുണ്ട്, കുടുംബ വഴക്കുകളിൽപ്പെടുന്ന ആളുകളുണ്ട്, അയൽപ്പക്കക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ അല്ലാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. സമ്പൂർണ്ണമായ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് സമയത്ത് അല്ലാഹു നമ്മളെ തിരിച്ചു വിളിക്കുകയാണെങ്കിലും ഈമാനോടുകൂടി തഖ്വയോടുകൂടി ഈ ലോകത്ത് നിന്ന് സന്തോഷപൂർവ്വം മരിച്ചു പോകുന്ന യഥാർത്ഥ മുത്തഖികളിൽ, മുഅ്മിനുകളിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.